പറയാൻ സാധ്യവും. പൊതു താല്പര്യത്തോടു കൂടി ഒരുമിച്ച് എത്തിയിരിക്കുന്നു. അതാണ് യോഗം. യുഞ്ച്യത്തെ ഇത് യോഗ. ഒരുമിച്ച് ചേരുന്നതാണ് യോഗം. ഒരുമിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ മിനിമം 2 വേണം. ഒന്നിന് ഒരുമിച്ച് ചേരാൻ പറ്റില്ലല്ലോ, മിനിമം 2 വേണം. അപ്പൊ ഭഗവാൻ പറയുന്ന ഈ യോഗം ജീവാത്മാവിന് പരമാത്മാവിനോടുള്ള യോഗമാണ്. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. ഈ ജീവാത്മാക്കൾ ഉണ്ടായിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്. അനന്തമായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഊർജ മണ്ഡലത്തെയാണ് പരമാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അനന്തമായ ഊർജമണ്ഡലം നമ്മളുടേതുപോലും അല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് ജീവാത്മാക്കളായി ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുകയാണ്. ആ ജീവാത്മാവ് പൂർവാധികം ശക്തിയോടുകൂടിയുള്ള തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കൂടിച്ചേരുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. എന്തിന് ഈ പരബ്രഹ്മം ജീവാത്മാവായി വന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിന് നമ്മുടെ തത്വചിന്തകന്മാർ വ്യത്യസ്തമായ നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമാന്യ യുക്തിക്ക് ഏറ്റവും നിരക്കുന്നതൊന്ന് ലീലാവാദമാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഭാഗവതം ഭക്തി യോഗമായതുകൊണ്ട് അതിൽ നിൽക്കാം നമുക്ക്. ലീലാവാദമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ബ്രഹ്മബുദ്ധി, അത് തന്നെയാണ് ഈശ്വരൻ. ബ്രഹ്മം എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാവുന്ന ഈശ്വരൻ എന്ന് പറയുമ്പോഴാണ് അതിനൊരു ഇന്റലിജൻസ് ഉണ്ട്, ഒരു ബുദ്ധിയുണ്ട്. താൻ ബഹുവായി ഭവിക്കട്ടെ എന്ന ആ ബ്രഹ്മബുദ്ധി ഇച്ഛിച്ചു. അപ്പൊ ആ ബ്രഹ്മബുദ്ധിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ജീവാത്മാവ്. ജീവാത്മാവ് ഈ പരമാത്മാവിലേക്ക് ചേരാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിരവധി മാർഗങ്ങളിൽ ചിലതിനെ ഞാൻ ഇവിടെ പറഞ്ഞു. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈശ്വര അനുഭൂതിയാണ് കർമ്മയോഗം. പരാർത്ഥമായി കർമ്മം ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. എനിക്ക് വേണ്ടി മാത്രം ചെയ്താൽ അത് സ്വാർത്ഥമാണ്. ജീവൻ സ്വാർത്ഥമായി ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ആഹാരം കഴിച്ചാലേ ഞാൻ നിലനിൽക്കൂ, എൻ്റെ ജീവൻ നിലനിൽക്കൂ. പക്ഷേ ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അപരനും കൂടി കഴിക്കണമെന്ന ചിന്ത വരുമ്പോൾ അത് പരാർത്ഥമായി. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുറ്റത്ത് ഒരു പട്ടി വന്ന് വാലാട്ടി നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് ആ പട്ടിയിലും ഉള്ളത്. എനിക്ക് അനുഭവപ്പെടുന്ന വിശപ്പ് അതേ തീവ്രതയിൽ ആ പട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതേ പൂച്ചയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഉരുളയിൽ നിന്നും ഞാൻ അതിന് നൽകുമ്പോൾ കേവലം മനുഷ്യന് മാത്രമല്ല പരാർത്ഥമായി കർമ്മം ചെയ്യേണ്ട, പ്രപഞ്ചത്തിന് മുഴുവൻ ചെയ്യണം. അപ്പോഴേ അത് യോഗമാകുന്നുള്ളൂ. അപ്പം ആ യോഗം ഇത് നമുക്ക് പറഞ്ഞു തന്നത് ഭഗവാനാണ്, കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഞാനിത് സവിസ്തരം പറയുന്നത്. അതാണ് കർമ്മയോഗം. ജ്ഞാനയോഗം എന്താണ്? വളരെ ലളിതമായി പറയുകയാണ്. എന്താണ് ജ്ഞാനയോഗം? ജ്ഞാനം പരനും അറിവിനെ സംബന്ധിച്ച് പര എന്നും അപര എന്നും 2 അറിവുണ്ട്. ഈ പര എന്നതാണ് ബ്രഹ്മജ്ഞാനം. അപര എന്ന് പറയുന്നത് ഭൗതിക ജ്ഞാനമാണ്. ഇവിടെ നിന്നും കോട്ടയത്തേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചാൽ അത് അപരാവിദ്യയാണ്. ഇവിടെ ഇന്ന് എത്ര കിലോ അരി പാചകം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അപരാവിദ്യയാണ്. പരാവിദ്യ എന്നത് ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊന്നറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ, അതാണ് പരാവിദ്യ. അത് ഈശ്വരാനുഭൂതിയാണ്. ആ അറിവ് അനുഭൂതിയാണ്. അത് ഇന്ദ്രിയ ഗോചരമല്ല, ബാക്കിയെല്ലാം ഇന്ദ്രിയ ഗോചരമാണ്. നമുക്ക് ഈ ശരീരത്തിൽ 5 കിളിവാതിലുകളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ.
ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അപരാവിദ്യ മുഴുവൻ നമ്മൾ ഗ്രഹിക്കുന്നത്. ചൂട്, തണുപ്പ്, കാഴ്ച എല്ലാം നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പരാവിദ്യ അത് ശ്രേഷ്ഠമായ വിദ്യയാണ്. അതിന് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും അതറിയാൻ സാധ്യമല്ല. അതിന് 6ാം ഇന്ദ്രിയം വേണം, ദ 6th സെൻസ്. ഭഗവത്ഗീതയില് ഭഗവാൻ ഈ 6ാം ഇന്ദ്രിയം ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ. ഗീതോപദേശം മുഴുവൻ നടത്തിയിട്ടും അർജുനന് സംശയം തീരുന്നില്ല. വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഞാൻ നിനക്ക് വിശ്വരൂപം കാണിച്ചു തരാമെന്ന് കൃഷ്ണൻ പറയാൻ. വിശ്വരൂപം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ എന്തെങ്കിലും വേഷം കെട്ടെടുക്കുകയല്ല ചെയ്ത്. കാരണം വിശ്വരൂപം എന്ന് പറയുന്നത് ഭൗതികമല്ല. അത് ഭൗതികമായിരുന്നു എങ്കിൽ അർജുനന് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കുമായിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, നിനക്കിത് അങ്ങനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതാ നിനക്ക് ദിവ്യം ദദാമിത്തെ ചക്ഷു, നിനക്ക് ഞാൻ ദിവ്യമായ കണ്ണ് തരാൻ പോവുകയാണ്. കാഴ്ചയ്ക്കുള്ള ഇന്ദ്രിയമാണല്ലോ കണ്ണ്. അപ്പൊ കണ്ണ് എന്ന് പറയുന്നത് ഒരു സെൻസാണ്, സെൻസിങ്ങിനുള്ള ഒരു ഉപകരണമാണ്. ദിവ്യം ദദാമിത്തെ ചക്ഷു, നിനക്ക് ഞാൻ ദിവ്യ നേത്രം തരാൻ പോവുകയാണ്, കണ്ണ് തരാൻ പോവുകയാണ്. ഇത് 6th സെൻസാണ്. ആ 6ാം ഇന്ദ്രിയത്തിലൂടെ കൃഷ്ണനെ വീക്ഷിച്ചപ്പോഴാണ് വിശ്വരൂപം കാണാൻ കഴിഞ്ഞത് അർജുനന്. അയാൾ എന്താണ് കണ്ടത് അവിടെ? അയാൾ കണ്ടത് ത്രികാലങ്ങളെയും ഒരുമിച്ച് കാണുകയാണ്. ഭഗവാൻ എന്ന് നമ്മൾ പറയും അല്ലേ? ഈ ഭഗവാൻ എന്ന വാക്ക് ആ കുട്ടികളുടെ ഉടമസ്ഥർ അവരെ ഒന്ന് നിശബ്ദരാക്കി വെച്ചാൽ എനിക്ക് സൗകര്യമായിരുന്നു. ഇല്ലെങ്കിൽ അവരെ പിന്നിൽ എവിടെയെങ്കിലും കളിക്കാൻ അനുവദിക്കാം. ഭഗം എന്ന വാക്കിൽ നിന്നാണ് ഭഗവാൻ ഉണ്ടാവുന്നത്. ഭഗം എന്നത് ഐശ്വര്യം എന്നാണ്. അപ്പം ഐശ്വര്യത്തിന്റെ സാകാര രൂപമാണ് കൃഷ്ണൻ. ആ ഐശ്വര്യത്തിന്റെ സാകാര രൂപമായ കൃഷ്ണനെ അർജുനൻ വീക്ഷിച്ചപ്പോൾ, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ സംഭവം, വീക്ഷിച്ചപ്പോൾ എന്താ കണ്ടത്? പീലിത്തിരിമുടി ചൂടിയ, മഞ്ഞപ്പട്ടുടുത്ത, കോലക്കുഴലേന്തിയ, അല്ലെങ്കിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച വിഷ്ണുവിനെ അല്ല കണ്ടത്. അവിടെ കണ്ടത് ഈ പ്രപഞ്ചത്തെ മുഴുവനാണ്. പ്രപഞ്ചത്തെ മുഴുവൻ കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുകയാണ്. ഈ ഒരു നിമിഷം, ഇതാണ് വർത്തമാനകാലം, പ്രസന്റ് ടെൻസ്. ഞാൻ ഈ പറഞ്ഞു തീരുന്ന സമയത്ത് അത് പാസ്റ്റ് ടെൻസ് ആയി, കഴിഞ്ഞുപോയി. ഞാൻ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ഭാവി കാലമാണ്. അപ്പോൾ ഭൂതം, ഭാവി, ഇതിനിടയിലുള്ള വർത്തമാനം, ഈ 3 കാലങ്ങൾ. 1000 വർഷം മുന്നേ ഇവിടെ എന്തായിരുന്നു എന്നത് നമുക്കറിയില്ല. 1000 വർഷം കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. നമുക്കറിയുന്നതാകെ കഷ്ടിച്ച് ഇപ്പോൾ, അറ്റ് പ്രസന്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതാണ് നമുക്കറിയുന്നത്. പക്ഷെ അർജുനൻ കൃഷ്ണന്റെ നേരെ നോക്കുമ്പോൾ കാണുന്നത് അനേക കോടി സംവത്സരങ്ങളുടെ ഈ പ്രപഞ്ചത്തിന്റെ ഇതിഹാസ തുല്യമായ ജീവിതങ്ങളെ മുഴുവൻ കാണുകയാണ്. കുരുക്ഷേത്ര യുദ്ധം സംഭവിച്ചിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് കൃഷ്ണൻ എന്ന ഈ LED വാളിൽ കാണുകയാണ്. എന്താണ്? തുടയലൊടിഞ്ഞ് തകർന്ന് മരിച്ചു കിടക്കുന്ന ദുര്യോധനൻ, മാറു പിളർന്ന് ഭീമൻ, ചോര കുടിച്ച് വലിച്ചെറിഞ്ഞ ഒരു കരിക്കിൻ തൊണ്ടുപോലെ കിടക്കുന്ന ദുശാസനൻ, ശരശയിൽ ഊർധൻ വലിച്ചു കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ, കത്തിത്തീരാറായ ചിതകൾക്കിടയിലൂടെ തന്റെ മക്കളെ നോക്കി നടക്കുന്ന, കബന്ധങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുന്ന ഗാന്ധാരി, എല്ലാം കാണുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ ഒരു യുദ്ധവും സംഭവിച്ചിട്ടില്ല. ഈ ത്രികാലങ്ങളെയും വഹിക്കുന്നവനാണ് കൃഷ്ണൻ.
കൃഷ്ണൻ എന്നാൽ ഈ പ്രപഞ്ചമാണ്. നമ്മുടെ പ്രതിപാദ്യ വിഷയം ഈ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്നത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലെ അണുപ്രായമായ ഒരു തന്മാത്രയിൽ ആരംഭിച്ച് അണ്ഡകടാഹങ്ങളുടെ വിസ്തൃതി വ്യാപ്തിയോളം നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യത്തിന്റെ പേരാണ് കൃഷ്ണൻ. അവനെ സാക്ഷാത്കരിക്കാനുള്ള വഴി നമ്മളെ സംബന്ധിച്ച ഈശ്വരൻ എന്നത് അനുഭൂതിയാണ്. ആ അനുഭൂതി ഉണ്ടാകുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഭാഗവത സപ്താഹത്തിന്റെ വേദിയിൽ പോയി ഇരുന്നത് കൊണ്ട് അനുഭൂതി ഉണ്ടാവണം എന്നില്ല. അതുമായി തന്മയീഭവിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇത് ഭക്തിയോഗത്തിന്റെ വഴിയാണ്. ഞാൻ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ജ്ഞാനയോഗം എന്താണ്? ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് എന്ന ബോധ്യമുണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അതിന് പഠന മനന ഗവേഷണങ്ങളൊക്കെ വേണം. നിരന്തരമായ പഠനം വേണം. ആചാര്യ സവിധത്തിൽ പോയി ഇരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ജ്ഞാനയോഗത്തിൻ്റെ വഴി. അതെല്ലാവർക്കും പറ്റില്ല. കാരണം അതിന് ബുദ്ധി ആവശ്യമാണ്, നിശിതമായ ചിന്ത ആവശ്യമാണ്. എല്ലാവർക്കും പറ്റില്ല. കർമ്മയോഗം എല്ലാവർക്കും പറ്റില്ല. രാജയോഗം അത് ശാരീരിക വ്യായാമങ്ങളും പ്രാണായാമവും എല്ലാം അടങ്ങിയ മറ്റൊരു വഴിയാണ്. ഭക്തിയോഗം അതെല്ലാവർക്കും പറ്റുന്നതാ. എന്താണ് ഭക്തിയോഗം എല്ലാവർക്കും പറ്റുന്നതാണ് എന്ന് പറയാൻ കാരണം, ഭക്തി എന്നത് വികാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ? ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്. ഈ നാലെണ്ണം ചേർന്നാൽ സംഭവമായി. ഇതിൽ ശരീരവും ബുദ്ധിയും കൂടെ വേണം. ഏതിന്? രാജയോഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ. ബുദ്ധി നന്നായിട്ട് വേണം ജ്ഞാനയോഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ. മനസ്സ് നന്നായാൽ മതി ഭക്തിയോഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ. അത് വൈകാരിക മണ്ഡലത്തെയാണ് സ്വാധീനിക്കുന്നത്. ആ വൈകാരിക മണ്ഡലത്തിൽ കൃഷ്ണൻ എൻ്റെ മകനാണ് എന്ന് സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മകനെ അമ്മ കാണുന്ന കണ്ണോടുകൂടി കൃഷ്ണനെ കാണാം. അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ പൂർണ്ണ പുണ്യാവതാരമാണ്. കൃഷ്ണന്റെ ജീവിതം പരിശോധിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഒരു കൊച്ചു മകനാണ് അവൻ എന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇടുന്ന പേര് കണ്ണൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, ഗോപാൽ എന്നൊക്കെയാണ്. എൻ്റെ സ്വഭാവമൊന്നും ആയിരിക്കില്ലെങ്കിൽ പോലും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് എത്ര കുരുത്തം കെട്ടവനെ നമ്മൾ കണ്ണാന്നാണ് വിളിക്കുന്നത്. അവന് പേരിട്ടി കണ്ടപ്പനായിരിക്കും, പക്ഷെ വിളിക്കുന്നത് കണ്ണ എന്നായിരിക്കും. കണ്ണ എന്ന് വിളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അഫെക്ഷൻ, കണ്ണ എന്ന് വിളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നിറവ് പരശുരാമ എന്നൊന്നും വിളിച്ചാൽ നമുക്ക് കിട്ടില്ല. കാരണം കണ്ണൻ നമ്മളുടെ ഒപ്പം നടക്കുന്നു. കുരൂരമ്മയുടെ ഭക്തി നമുക്കറിയാം, ഭക്തമീരയുടെ ഭക്തി നമുക്കറിയാം, രാധാദേവിയുടെ ഭക്തി നമുക്കറിയാം. വൈകാരികമാണ്. മധുരയിലും വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. ഞാനൊരു 4-5 മാസം മുന്നേ വൃന്ദാവനത്തിൽ പോയിരുന്നു. വൃന്ദാവനത്തില് രാധാദേവിയുടെ മന്ദിരമുണ്ട്, പോയിട്ടുള്ളവർ ഉണ്ടാവും. രാധ കൃഷ്ണനെ മാത്രം ചിന്തിച്ച് ജീവിച്ച് അനേകം ദുരിതങ്ങൾ അതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങിയ കഥാപാത്രമാണ് രാധ. കൃഷ്ണനെ മാത്രം ചിന്തിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണ്. കൃഷ്ണനെ മാത്രം ചിന്തിച്ചിറങ്ങിയ രാധയ്ക്ക് ബന്ധുക്കൾ വിഷം കൊടുത്തു. മഹാശല്യായി. രാജകുടുംബത്തിൽ പിറന്നവളാണ് രാധ. ഭക്തമീര, രാധയല്ല ഭക്തമീര. ഭക്തമീരയ്ക്ക് വിഷം കൊടുത്തു. വിഷപ്പാമ്പിനെ പുഷ്പഹാരമാണ് എന്ന് വ്യാജേന ഭക്തമീരയുടെ കഴുത്തിൽ കൊണ്ടുപോയി വിഷപ്പാമ്പിനെ ഇട്ടു, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ പുഷ്പഹാരമായി മാറി. രാധാദേവിയുടെ മന്ദിരമുണ്ട് മധുരയിലെ ഈ പറഞ്ഞ വൃന്ദാവനത്തിൽ. അവിടെ രാവിലെ നമ്മൾ ദർശനത്തിന് പോകുന്ന സമയത്ത് അനേകം സ്ത്രീകൾ രാധയുടെ വേഷം ധരിച്ചാൽ വരുന്നത്. വളരെ സുന്ദരമായ വേഷമൊക്കെ ധരിച്ച് രാധാദേവിയുടെ പാട്ടൊക്കെ പാടി അങ്ങനെ വരികയാണ് വരിവരിയായി.
വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരുണ്ട്, വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പ്രത്യക്ഷത്തിൽ സുന്ദരിമാരും വിരൂപകളും ഒക്കെ ഉണ്ട്. സൗന്ദര്യം എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്, അത് പോട്ടെ. അപ്പൊ സൗന്ദര്യം ഉണ്ട് എന്ന് നാം കരുതുന്നവരും സൗന്ദര്യം ഇല്ല എന്ന് കരുതുന്നവരും എല്ലാവരും കണ്ണന്റെ സ്വന്തം രാധമാരായി വരികയാണ്. മധുരയിലെ തെരുവിലെ ഇടുങ്ങിയ തെരുവ്, പണ്ട് ഇടുങ്ങിയ തെരുവായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോ ഉത്തർപ്രദേശിലെ തെരുവുകളൊന്നും ഇടുങ്ങിയതല്ല. മധുരയിലും കാശിയിലും ഒന്നും പോയാൽ ഇടുങ്ങിയ തെരുവുകൾ കാണാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ പോകുന്ന സമയത്ത്, ഇപ്പോ നമുക്ക് മധുരയിൽ പോയാൽ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ പോയാൽ കുതിരവണ്ടി കാളവണ്ടി ഒന്നും കാണാൻ പറ്റില്ല. കാള അവിടെ അലഞ്ഞടക്കുണ്ടാവും, പക്ഷേ വണ്ടിയില്ല. ഒരു കാലത്ത് ഇത് മുഴുവൻ കുതിരച്ചാണകം കൊണ്ട് അഭിഷേകമായിരുന്നു അവിടെ. ഇപ്പൊ എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് വാഹനങ്ങളെ അനുവദിക്കും. അപ്പൊ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ അവിടെ പോകുമ്പം 2 കുതിര വണ്ടികൾ, ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിയും എതിരെ സൈഡിലുള്ള ഒരു വണ്ടിയും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം ചെറിയ വഴികളാണ്. ഇവിടെ എങ്ങാനും ആണെങ്കിൽ ഈ അതിരമ്പുഴ കവലയിൽ വെച്ച് 2 വണ്ടി ഇങ്ങനെ എതിരെ വന്നെങ്കിൽ മലയാള ഭാഷയിലെ മുഴുവൻ വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷെ അവിടെ ഇപ്പൊ ഇടിക്കുമെന്ന് തോന്നുന്ന തരത്തിൽ 2 വണ്ടികൾ പാഞ്ഞ് അഭിമുഖമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ റിക്ഷാവാലകൾ പരസ്പരം പറയാണ്, രാധേശ്യാം രാധേശ്യാം. എങ്ങനെയാണ് രാധ കൃഷ്ണൻ? അവിടെ കൃഷ്ണനല്ല പ്രാധാന്യം, രാധയ്ക്കാണ്. അത് ഭാരതത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. സ്ത്രീക്കാണ് പ്രാധാന്യം. അതുകൊണ്ടായിരിക്കും ഇവിടെ പെണ്ണുങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്, പുരുഷന്മാർ വളരെ കുറവാണ്. രാധേശ്യാം. രാമ സീതമാരെന്നാ പറയല്ല, സീതാരാമൻ എന്നാ നമ്മൾ പറയുന്നത് അല്ലേ? സീതയാണ് ആദ്യം പറയുക, സീതയുടെ പേര് ആദ്യം പറയാ. രാധാകൃഷ്ണൻ എന്നാ പറയാ, കൃഷ്ണ രാധ എന്നല്ല പറയുന്നത്. അപ്പൊ കുരൂരമ്മ എങ്ങനെയാണ് കൃഷ്ണനെ കണ്ടത്? സ്വന്തം മകനായിട്ടാണ് കണ്ടത്. ഭക്തമീര എങ്ങനെയാ കൃഷ്ണനെ കണ്ടത്? തൻ്റെ കാമുകനായിട്ടാണ് കണ്ടത്. രാധയും അങ്ങനെ തന്നെയാണ് കണ്ടത്. ഈ സ്വാതന്ത്ര്യം നമുക്ക് കൃഷ്ണനിൽ മാത്രമേ ഉള്ളൂ. നോക്കൂ, നമ്മുടെ ഈ സനാതന ധർമ്മത്തിലെ ദേവതാ സങ്കല്പം എടുത്താൽ തനിക്ക് ഹിതമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ദേവനെ കാണാനുള്ള സ്വാതന്ത്ര്യം കൃഷ്ണന് മാത്രമാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. കാമുകനായിട്ട് കാണാം, മകനായിട്ട് കാണാം, സഖാവായി കാണാം, കൂട്ടുകാരനായി. അർജുനൻ എന്താ കണ്ടത്? അർജുനൻ സഖേ എന്നാണ് അഭിസംബോധന എന്ന്. എടാവാടാ പോടാ ബന്ധമാണ്. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്? എടാവാടാ പോടാ ബന്ധമാണ്. സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവസാന നിമിഷമാണ് ഇത് ഒരു സാധാരണ സുഹൃത്തായിരുന്നില്ല എന്ന് അർജുനൻ മനസ്സിലാക്കുന്നത്. ഈ ലൈറ്റ് ലേശം കൂടെ ഇങ്ങോട്ട് മാറ്റി വെക്കോ, എൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് ഏത് ഭാവത്തിൽ കൃഷ്ണനെ കാണണമോ ആ രീതിയിൽ കാണാം. ഇപ്പൊ കൃഷ്ണൻ എന്നത് കുറച്ചുകൂടെ അങ്ങ് മാറ്റിക്കോ. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അത് മതി. കൃഷ്ണനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, തൽക്കാലം എന്നെ കണ്ടാൽ മതി. അപ്പോൾ ഈ ഭഗവാൻ കൃഷ്ണനെ മാത്രമാണ് നമുക്ക് നമ്മളുടെ ആഗ്രഹമനുസരിച്ച് ഏതു ഭാവത്തിലും കാണാം. കാമുകനായി കാണാം, സുഹൃത്തായി കാണാം, മകനായി കാണാം. ഒരു പരിധി വരെ പറഞ്ഞാൽ ലിംഗഭേദം പോലുമില്ല കൃഷ്ണൻ. അതുകൊണ്ടാണല്ലോ പെൺകുട്ടികളുടെ ഇടയിലായിരുന്നല്ലോ ഇയാൾ പൂണ്ട് വിളയാടിയിരുന്നു. ഇതിൽ കൃഷ്ണൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിൽ പെൺകുട്ടികളുടെ ഇടയിലാണ്. അതുകൊണ്ട് ഒത്തിരി ആരോപണമൊക്കെ ഇദ്ദേഹം കേട്ടു. എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളത് സമയമുണ്ടേ നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ കൃഷ്ണൻ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാര പുരുഷൻ എന്നതിനപ്പുറത്ത് മഹത്തായ ഒരാശയമാണ്. ലോകത്തിന് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള മനുഷ്യ പൂർണ്ണതയുടെ ആശയമാണ് കൃഷ്ണൻ. അതിനപ്പുറത്തൊരു മനുഷ്യനില്ല. മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ, അതുകൊണ്ടാണല്ലോ പൂർണ്ണ പുണ്യാവതാരം എന്നാണ് കൃഷ്ണനെ കുറിച്ച് പറയുന്നത്. രാമനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല, കൃഷ്ണനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. ആ കൃഷ്ണനെ വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് കാണാം, തത്വം എന്നുള്ള നിലയിലും കാണാം. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് കൃഷ്ണനെ സമീപിക്കാം. ജനന ജീവിത മരണ ചക്രത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് കൃഷ്ണൻ. കൃഷ്ണൻ ജനിച്ചത് എവിടെ എന്ന് നമുക്കറിയാം, ഒരു തർക്കവുമില്ല.
മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയുണ്ട്. അതിൻ്റെ മേലെ ഇപ്പോൾ ഈദ്ഗാഹ് ഉണ്ട്. മധുരയിൽ പോയിട്ടുള്ളവരൊന്ന് കൈ ഓർത്തു. 2-3 പേരൊക്കെ ഇവിടെ ഉണ്ട്. മധുരയിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു വീണ കംസന്റെ കാരാഗ്രഹം അവിടെ ഉണ്ട്. ഔറംഗസേബ് ആ ക്ഷേത്രം തകർത്ത് അതിൻ്റെ മേലെ ഈദ്ഗാഹ് പണിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ക്ഷേത്രം അതിനകത്തുണ്ട്. നമുക്ക് പോയി ദർശനം നടത്താം. ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടെ നമുക്കറിയാം. കൃഷ്ണൻ ജീവിച്ചത് എവിടെയൊക്കെയാ? കൃഷ്ണൻ ജനിച്ചത് മധുരയിലാണെങ്കിൽ ജീവിച്ചത് ഭാരതം മുഴുവനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് അങ്ങ് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. അരുണാചൽ പ്രദേശ്, ആ പ്രദേശത്താണ് കൃഷ്ണന്റെ ഒരു വിവാഹം നടന്നത്. 8 പേരെ വിവാഹം കഴിച്ചു. അന്നത്തെ കാലത്ത് അതൊക്കെ സാധിക്കും. രാമന്റെ കാലത്ത് ഏകപത്നി വ്രതമാണ്. കൃഷ്ണന്റെ കാലത്ത് ഏകപത്നി വ്രതമില്ല. കാരണം കൃഷ്ണൻ ഒരു രാജ്യതന്ത്രജ്ഞനും കൂടെ ആയിരുന്നു. 80 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരു കണക്ക്. ആരും അസൂയപ്പെടരുത്. 80 മക്കൾ ഈ 8 പേരിലും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ കൃഷ്ണൻ മധുരയിൽ ജനിച്ച് ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ആ നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് സഞ്ചരിച്ച ഒരു കിഴക്ക് പടിഞ്ഞാറ് യാത്ര നടത്തി അവസാനം സമാധി അടയാൻ വേണ്ടി ഗുജറാത്തിലേക്ക് പോയി. ദ്വാരകാപുരി പണിഞ്ഞു. ഗുജറാത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രഭാസ തീർത്ഥം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പ്രഭാസ തീർത്ഥം, അവിടെയാണ് കൃഷ്ണൻ സമാധിയായത്. അപ്പൊ കൃഷ്ണൻ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളാണ് വ്യക്തി എന്നുള്ള നിലയിൽ. കൃഷ്ണൻ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വിഷം ഉണ്ടായേക്കാം. കാരണം ഞാൻ പോയി ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പ്രഭാസ തീർത്ഥത്തിൽ, അത് ത്രിവേണിയാണ് കേട്ടോ, അവിടെയും ത്രിവേണിയുണ്ട്. ഭാരതത്തിൽ 2-3 ത്രിവേണിയുണ്ട്. 3 നദികൾ ചേരുന്നതാണല്ലോ ത്രിവേണി. ഇപ്പോൾ കന്യാകുമാരി ത്രിവേണിയാണ്, 3 കടൽ ചേരുന്നു. ഇപ്പോൾ കുംഭമേള നടക്കാൻ പോകുന്നത് ഗംഗ, യമുന, അന്തർവാഹിനിയായ സരസ്വതി, ഈ 3 നദികൾ ചേരുന്ന സ്ഥലമാണ്. ഇതേപോലെ ഗുജറാത്തിൽ 3 പുണ്യ നദികൾ ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് പ്രഭാസ തീർത്ഥം. അവിടെ ഭഗവാന്റെ ഭൗതികദേഹം ദഹിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ ശ്രാദ്ധകർമ്മത്തിനൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഭഗവാൻ ബലരാമൻ അന്തർധാനം ചെയ്തു എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട് അവിടെ. കിടന്ന് ഞാൻ ഭഗവാന് ജരയിൽ നിന്നും അസ്ത്രമേറ്റു എന്ന് കരുതുന്ന സ്ഥലമുണ്ട് ഗുജറാത്തില്. ആ ആൽമരം, ഇപ്പം നമ്മൾ ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ ഒരു അശ്വത്ഥമുണ്ട്, അതായത് മരണമില്ലാത്ത ഒരു പേരാലുണ്ട്. എന്താ അത്? ഗീത ശ്രവിച്ച പേരാലാണ്. ഭഗവാൻ കുരുക്ഷേത്രത്തിൽ അർജുനന് ഗീത ഉപദേശിക്കുന്ന സമയത്ത് അത് ശ്രവിച്ച പേരാല് ഇപ്പോഴും നിൽക്കുകയാണ്. അതിൻ്റെ എത്രാമത്തെ തലമുറയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അവിടെ നിൽക്കുകയാണ്. മരണമില്ലാത്ത അശ്വത്ഥം. എന്താണ്? ഗീത ശ്രവിച്ചു. ഗീത ശ്രവിച്ചതുകൊണ്ട് മരണമില്ലാത്ത അശ്വത്ഥം ഈ ഹരിയാനയിലെ കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഭഗവാന് അസ്ത്രമേറ്റ, പെരുവരിൽ അസ്ത്രമേറ്റ അദ്ദേഹം ജീവത്യാഗം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്ന ആ ക്ഷേത്രമുണ്ട്. ആ അദ്ദേഹം ചാരിയിരുന്ന വടവൃക്ഷമുണ്ട്. ശ്രീകോവിലിനകത്ത് ഈ വടവൃക്ഷമുണ്ട്. ആ വടവൃക്ഷം അങ്ങനെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം 2 ഇല്ല 1 ഉള്ളൂ. അദ്ദേഹം സമാധിയായി എന്ന് പറയുന്ന സ്ഥലം 2 ഇല്ല 1 ഉള്ളൂ. അദ്ദേഹം ജീവിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഭാരതത്തിൽ നിരവധി സ്ഥലങ്ങളുണ്ട്. അപ്പം വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൃഷ്ണൻ ഒരു സത്യമായിരുന്നു. ഇനി തത്വം എന്നുള്ള നിലയിൽ കൃഷ്ണൻ ഒരു ആശയം കൂടിയാണ്. ഒരു വ്യക്തി ആശയമായി മാറുകയാണ്. ആ ആശയം, അവിടെയാണ് കൃഷ്ണൻ ചിരഞ്ജീവിയായി മാറുന്നത്. കൃഷ്ണൻ എന്ന ആശയം അത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് കൃഷ്ണൻ എന്ന ആശയം? അത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതമാണ് കൃഷ്ണൻ. മനസ്സിലായോ? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതമാണ് കൃഷ്ണൻ. ജനനം, നമ്മുടെ സനാതന ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ജനനത്തിന്റെ കാരണക്കാരനാരാ? സൃഷ്ടിയുടെ കാരണക്കാരനാരാ? ബ്രഹ്മാവ്. സംഹാരത്തിന്റെ അല്ലെങ്കിൽ സമാപനത്തിന്റെ കാരണക്കാരനാരാ? ശിവൻ. ഇതിനിടയിൽ ആരാ നിൽക്കുന്നത്? വിഷ്ണു അഥവാ കൃഷ്ണൻ.
അപ്പം ജനനത്തിൻ്റെയും, മനസ്സിലായോ, ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ജീവിതമാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് പറയുന്നത് വിഷ്ണു സ്ഥിതിയുടെ കാരകനാണ്. സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യുക. ഈ പ്രപഞ്ചത്തിൽ ജീവ ശരീരത്തോടു കൂടി നമ്മൾ വ്യാപരിക്കുന്നതിനാണ് സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്നത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജനനവും മരണവും ദുഃഖകരമാണ്, അല്ലേ? പലരും അറിയുന്നില്ല, ജനനം അതീവ ദുഃഖകരമാണ്. നമ്മൾ അറിയുന്നില്ല, കുട്ടിയിൽ ഇത് അറിയുന്നില്ല. എന്താ കാരണം? അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവനായി കുടുങ്ങുന്ന സമയത്ത് മൂത്രസഞ്ചിക്കും മലസഞ്ചിക്കും ഇടയിൽ തലയണയാട്ടി വെച്ചിരിക്കുന്ന അമ്മയുടെ മൂത്രസഞ്ചിയും മലസഞ്ചിയൊക്കെയാ. നമ്മൾ ഈ നരകം എന്നൊക്കെ പറയില്ലേ, എന്താണ്? ഈ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജീവൻ കുടുങ്ങും എന്നൊക്കെ പറയുന്നില്ല. ഇത് ഇവിടെയാണ്, ഇവിടെ കിടക്കാണ്. അമ്മ കഴിക്കുന്ന ആഹാരം പചന രസത്തിൻ്റെ ആ തീവ്രതയിൽ ഒരു വലിയ ചൂടുണ്ട്. ഒരു ജീവൻ അവിടെ കിടന്ന് ഞെരിഞ്ഞ് അമരുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഏതെങ്കിലും കുട്ടി പുഞ്ചിരിയോടുകൂടി ജനിച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഒരു മുഴുത്ത നിലവിളിയോടുകൂടിയാണ് ഇവൻ ഭൂമിയിലേക്ക് വരുന്നത്, ഒരു മുഴുത്ത നിലവിളിയോടുകൂടി. അതാണ് ഞാൻ പറഞ്ഞത്, ജനനം നിലവിളിയാണ്, മരണം അതിനേക്കാളും വലിയ നിലവിളിയാണ്. ഒന്ന് വിട്ടുപോകുമ്പോഴുള്ള വിഷമം ഇപ്പം അറിയില്ല. എനിക്ക് മരണമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം എന്നെ ബാധിക്കില്ല, ബാക്കി എല്ലാവരെയും ബാധിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അതിനാണ് ഈ മായ എന്ന് പറയുന്നത്. ഏതായാലും പെങ്കുച്ചിൻ്റെ പേരല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മായ എന്ന് പറയുന്ന ഒരു ഇല്യൂഷനാണ്, ഒരു തോന്നലാണ്. അപ്പം എന്നെ മരണം ബാധിക്കില്ല. അപ്പോൾ രണ്ട് നിലവിളികളുടെ ഇടയിലുള്ള പുഞ്ചിരിയാണ് ഹേ ജീവിതം. മനസ്സിലായില്ലേ? നമ്മൾ ഈ ജീവിതം ആസ്വദിക്കുന്നത് ജനനത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്കാണ്. ആ പുഞ്ചിരിയാണ് കൃഷ്ണൻ. ഒരു മുഴുത്ത ചിരിയാണ് കൃഷ്ണൻ. എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ആരാ പറഞ്ഞേ? ആരുടെ അത്? അതെ, അതില് കരഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം രേഖപ്പെടുത്തുകയാണ്. കൃഷ്ണൻ കരഞ്ഞിട്ടുണ്ടോ? സത്യത്തിൽ കൃഷ്ണൻ കരഞ്ഞിട്ടില്ല. കൃഷ്ണൻ അമ്മയുടെ അടുത്ത് പോലും കള്ളക്കണ്ണീരല്ലാതെ, ഉലൂകബന്ധനമൊക്കെ ഉണ്ടല്ലോ, ഈ ഉരലി പിടിച്ചൊക്കെ കെട്ടിയിട്ടു. അപ്പൊ ഇയാള് കള്ളക്കരച്ചിലാണ്, ഒരു സങ്കടവും ഇല്ല. സത്യത്തില് വെണ്ണ കട്ടു, അമ്മ പിടിച്ചു, തല്ലുന്നു, വലിയ വായിൽ നിലവിളിക്കുന്നു. സത്യത്തിൽ ഈ തള്ളെ കളിപ്പിക്കുകയാണ് ഇവൻ ദുഃഖങ്ങൾക്ക് അതീതനാണ്. ജീവിതം എന്ന മഹാപുഞ്ചിരിയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് നിലവിളിച്ചുകൊണ്ടല്ല എന്നാണ്. രണ്ട് നിലവിളിയുണ്ട് ജീവിതത്തിൽ, തുടക്കവും ഒടുക്കവും ആയിക്കോ കുഴപ്പമില്ല. ഇടയിൽ കരയേണ്ട കാര്യമില്ല. കരയാതെ എങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ പാഠമാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് അത് രാസലീലയാണ്. കൃഷ്ണന്റെ ജീവിതം തന്നെ രാസലീലയാണ്. അവിടെ കൃഷ്ണൻ നമ്മളോട് കർമ്മം ചെയ്യാൻ പറയുന്നു. ഗീതയിൽ അതാണല്ലോ പറയുന്നത്. ഗീതയിൽ എന്താ അർജുനനോട് പറഞ്ഞത്? എല്ലാവരും പറയും യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. അല്ല, യുദ്ധം ചെയ്യാനല്ല കൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഭഗവത്ഗീതയുമായിട്ട് നമ്മളിപ്പോൾ വലിയ ലഹളക്കിറങ്ങി പുറപ്പെട്ടേനെ. ഹിന്ദുക്കളാകുമായിരുന്ന ഏറ്റവും വലിയ ജിഹാദികൾ. ലോകത്ത് പൊട്ടിത്തെറിക്കുന്നവൻ മുഴുവൻ ഹിന്ദു ആയേനെ. ഒരു കടുക് പൊട്ടിത്തെറിപ്പിക്കാൻ പോലും പറ്റാത്ത നമ്മള്. ഭഗവാൻ കൃഷ്ണൻ പോയി യുദ്ധം ചെയ്യടാ, അയൽവക്കക്കാരനെ കൊല്ലടാ എന്നല്ല പറഞ്ഞത്, കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. അർജുനന്റെ കർമ്മമാണ് യുദ്ധം. കാരണം അവൻ ക്ഷത്രിയനാണ്, അന്നത്തെ രാഷ്ട്രീയക്കാരനാണ്, രാജ്യം ഭരിക്കേണ്ടവനാണ്. കൃഷ്ണൻ ഗീത ഉപദേശിച്ചത് ഒരു ക്ഷുരകനോടായിരുന്നുവെങ്കിൽ, ഇപ്പം ബ്യൂട്ടി പാർലർ നടത്തും. എന്താണിപ്പം ബ്യൂട്ടി പാർലറാണ്, അതും പോയി. ബ്യൂട്ടി പാർലർ എന്നല്ല, ഇപ്പം എന്താ സ്റ്റുഡിയോ എന്നൊക്കെയാ പറയുന്നത്. അതൊരു ക്ഷുരകനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ നീ നന്നായി ഷേവ് ചെയ്യാനാണ് പറയുക. ഒരു ചെരുപ്പ് കുത്തിയോടാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചെങ്കിൽ നീ നന്നായി ചെരുപ്പ് കുത്തു എന്നാണ് പറയുക.
യുദ്ധസ്യ വിഗതജ്വരാ. ഇത്രയേ ഉള്ളൂ. ഗീതയുടെ സാരം ഇത്രയേ ഉള്ളൂ. യുദ്ധസ്യ വിഗതജ്വര. യുദ്ധം ചെയ്യണം. അർജുനോട് പറഞ്ഞപ്പോൾ ആ യുദ്ധം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. മനസ്സിലായില്ലേ? അർജുനന്റെ കർമ്മം യുദ്ധമായതുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത്. എങ്ങനെ കർമ്മം ചെയ്യാനാ പറഞ്ഞത്? വിഗതജ്വരനായി, ജ്വരമില്ലാത്തവനായി. ജ്വരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പനി എന്നാണ് അർത്ഥം. പനി എന്ന് പറയുന്നത് അമിതമായ ആകാംക്ഷയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ പരീക്ഷ എഴുതാൻ പോവുകയാണ്, തൻ്റെ മകൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ജ്വരമാർക്കാ? മകനല്ല, അമ്മയ്ക്കും അച്ഛനുമാണ് ജ്വരം. അമിതമായ ആകാംക്ഷയും ഉത്കണ്ഠയും ഇത് ഈ മകനിലേക്കല്ല മകളിലേക്ക് ഇവർ കൈമാറുകയാണ്. അതോടുകൂടി അവന് ടെൻഷനാവും. ആ പരീക്ഷ മര്യാദയ്ക്ക് അവൻ എഴുതാൻ പറ്റില്ല. നീ പഠിക്കൂ, ധൈര്യമായി പോയി പരീക്ഷ എഴുതൂ, ഇത്രയേ ആവശ്യമുള്ളൂ. അതിൻ്റെ പേരാണ് യുദ്ധസ്യ വിഗതജ്വര. അമിതമായ ഉത്കണ്ഠയും ഫലാകാംക്ഷയും, അതാണ് ഫലത്തിലുള്ള അമിതമായ ആകാംക്ഷ. അത് പാടില്ല എന്നാണ് ഗീത പറയുന്നത്. ഒന്നാന്തരം സൈക്കോളജിയാണത്, മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് ഗീത പറയുന്നത്. അപ്പം ഗീത ഒന്നേ പറഞ്ഞുള്ളൂ, യുദ്ധസ്യ വിഗതജ്വര. ഈ അമിതമായ ആകാംക്ഷയില്ലാതെ നീ യുദ്ധം ചെയ്യുക എന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതം രാസലീലയായി മാറും. ജീവിതം അടിമുടി സന്തോഷത്തിൻ്റെതായി മാറും. ഭർത്താവിന് ടെൻഷൻ, ഭാര്യയ്ക്ക് ടെൻഷൻ, മക്കൾക്ക് മുഴുവൻ ടെൻഷൻ. എന്ത് രാസലീല! എടുത്താൽ താങ്ങാൻ പറ്റാത്ത വീട് വെച്ചു കടമെടുത്ത്. എന്തിനാണ്? അമിത ആകാംക്ഷയാണ്, ഉത്കണ്ഠയാണ്. അയൽവക്കത്തുകാരൻ വലിയ വീട് വെച്ചു, 3 നിലയുള്ള വീടാ വെച്ചത്, നമുക്ക് 4 നില വെക്കണം. അവൻ മെഴ്സിഡസ് ബെൻസ് വാങ്ങിച്ചു, നമുക്ക് റോൾസ് റോയ്സ് എങ്കിലും വാങ്ങണം. എവിടുന്നാ പൈസ? കഴിഞ്ഞ ദിവസം എനിക്കൊരു ബാങ്കിൽ നിന്നൊരു ഫോൺ കോൾ. ഞാൻ ഭൂലോക പിച്ചക്കാരനായി നടക്കുന്ന ആളാണ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ബാങ്കിൽ നിന്ന് ഫോൺ കോൾ, സാർ അങ്ങേക്കൊരു ലോൺ പാസ്സായി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ലോണിന് അപേക്ഷിച്ചിട്ടില്ലല്ലോ. ഇല്ല, ചുമ്മാ ഒരു ലോൺ ഇരിക്കട്ടെ. ഞാൻ വല്ല കഷ്ടപ്പാടിലും പെട്ട് നിൽക്കുകയാണ്, ചാടിക്കേറി എടുക്കൂല ലോൺ. എങ്ങനെ അടയ്ക്കണമെന്നുള്ളത് പിന്നെ ചിന്തിക്കില്ല. അപ്പൊ ഇങ്ങനെ വീട് വെച്ച് കാറ് വാങ്ങിച്ച് ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ ലോണിനെ കുറിച്ച് ഓർത്തിട്ട് ഭാര്യയും ഭർത്താവും കൂടെയുള്ള ഗൂഢാലോചനയിലാണ് ഇതെല്ലാം എടുത്ത്. BP കയറി, ഷുഗർ കയറി, ഇതിൻ്റെ എല്ലാം ഗുളിക. ഇഡലി ഏതാ ഗുളിക ഏതാന്ന് രാവിലെ കഴിക്കുമ്പം തിരിച്ചറിയാൻ പറ്റില്ല. ഇഡലിയുടെ അത്ര എണ്ണ ഇപ്പറേ ഗുളിക ഇരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കഴിച്ചിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്കാണ് പിള്ളേരുടെ പഠിത്തം. പിള്ളേര് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളോട് താരതമ്യപ്പെടുത്താണ്. മെഡിക്കൽ എൻട്രൻസിൽ ടോപ്പ് റാങ്ക് വേണം. അവൻ 1ാം തരം ആർട്ടിസ്റ്റ് അവനാണ്. അവൻ്റെ മേലെ ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെ ഭാരം കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ അവനും കൈമാറുകയാണ്. രാസലീലയാകേണ്ട ജീവിതം എന്താവും? 1ാം തരം കെമിക്കൽ ലീലയായി മാറും. എല്ലാവർക്കും മരുന്ന് വേണം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് ജീവിതത്തെ ആനന്ദകരമാക്കി മാറ്റുക എന്നുള്ളത്. അതാണ് ഈ രാസലീല എന്ന് പറയുന്നത്. ആനന്ദകരമാക്കുക. മനുഷ്യത്വത്തിന് എത്തിച്ചേരാവുന്നതിൻ്റെ പരമകഷ്ടയാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് പറയുന്നത് പൂർണ്ണതയാണ് കൃഷ്ണൻ. ഈശ്വരൻ മാത്രമാണ് സ്വയം പൂർണ്ണനാകുന്നത്. ആ ഈശ്വരത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. എന്നാൽ കൃഷ്ണൻ 1ാം തരം കലാകാരനാണ്, 1ാം തരം കലാപകാരിയാണ്. ഇത് രണ്ടും കൂടെ സമ്മേളിച്ചിരിക്കുകയാണ്. കലാകാരനുമാണ്, കലാപകാരിയുമാണ്. കൃഷ്ണൻ ജീവിച്ച കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്തയാളാണ്. വെറുതെ ഭജനയും പാടിയിരുന്ന ആളല്ല. താൻ ജീവിച്ച കാലഘട്ടത്തിലെ അനീതിക്കെതിരെ സന്ധിയില്ലാതെ പോരാടുമ്പോഴും ചുണ്ടത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഗാന്ധാരിയമ്മ അവസാനം ഒരു പ്രാകുന്നുണ്ട് അല്ലേ? ഈ കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് കത്തിക്കരിഞ്ഞ് കിടക്കുന്ന കബന്ധങ്ങളുടെ നടുവിൽ കൃഷ്ണൻ ഒരു ചെറിയ പുഞ്ചിരിയായിട്ട് നിൽക്കുമ്പോഴാണ് ഗാന്ധാരി വരുന്നത്. ഈ കാണായ യുദ്ധത്തിന് മുഴുവൻ നേതൃത്വ സാരഥ്യമാർന്ന കൃഷ്ണ, നീയും നിന്റെ വംശവും മുടിഞ്ഞു പോകും. ഒറ്റ പ്രാക്കാണ്. വേണമെങ്കിൽ കൃഷ്ണന് തിരിച്ചൊരു ശാപം കൂടെ കൊടുക്കുന്നില്ല. ഒരൊറ്റ ചിരിയാണ് ചിരിക്കുന്നത്. കാരണം അയാൾക്കറിയാം ജനിച്ചാൽ മരണം ഉറപ്പാണ്.
നീയും നിന്റെ വംശവും നശിച്ചു പോകുന്നാ പറഞ്ഞത്. തൻ്റെ കർമ്മം കഴിഞ്ഞു, തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ദൗത്യം കഴിഞ്ഞു, ഒരു യുഗത്തിന്റെ നിയന്താവായി മാറാൻ കഴിഞ്ഞു. ഇനി കടന്നു പോകുന്നതിൽ എന്തിനു ആശങ്കപ്പെടണം? അതാണ് ജീവിതത്തെ നോക്കി മുഴുത്ത ചിരിച്ചിരിക്കാൻ കഴിയുന്നു. കലാപം നടത്തി ഒരു പുല്ലാങ്കുഴൽ കൊണ്ട്, ഒരു മുളം തണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ചുറ്റിലും നൃത്തമാടിച്ചു, ഇല്ലേ? കൃഷ്ണൻ വായിച്ചത് വീണയല്ല. വീണ ഉണ്ടാക്കണ കാശ് വേണം. ഗിറ്റാറോ ഒന്നും അല്ല വായിച്ചത്. വില കൂടിയ ഒരു സംഗീതോപകരണം കൃഷ്ണൻ ഉപയോഗിച്ചില്ല. ഒരു കാട്ടുമുളം തണ്ടുകൊണ്ട് നാദപ്രപഞ്ചമുണ്ടാക്കി. സംഗീത യോഗം, അതും യോഗമാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സമാധിയാന്ന് എങ്ങനെയാ? സംഗീത യോഗത്തിലാണ്, അല്ലേ? ഇവിടെ പട്ടാമ്പിക്കടുത്തുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മതിയായി എന്ന് പറഞ്ഞാൽ കിടന്നു, തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ സംഗീത യോഗം ഉണ്ട്. കൃഷ്ണൻ ഇവിടെ ഒരു മുളം തണ്ടുകൊണ്ട് സംഗീത യോഗം, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും പുല്ലും പുൽച്ചാടിയും വരെ കൃഷ്ണന്റെ നാദതരംഗത്തിനൊപ്പം താളം പിടിച്ച് നൃത്തം ചെയ്യുകയല്ലേ. ഗോപികമാര് മാത്രമല്ലല്ലോ നൃത്തം ചെയ്തത്. അതേ കൃഷ്ണൻ തന്നെയാണ് പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് കുരുക്ഷേത്രത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതാഭ്യുദ്ധാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, അധർമ്മം തലപൊക്കുന്നുവോ, അവിടെ ഞാൻ വരും. സായുധനായി വരണമെങ്കിൽ അങ്ങനെ വരും, പുല്ലാങ്കുഴലുമായി വരണമെങ്കിൽ അങ്ങനെയും വരും. കലയും അറിയാം, കലാപവും അറിയാം, പാടാനും അറിയാം, പട നയിക്കാനും അറിയാം. അതാണ് പറഞ്ഞത്. ഇതിന്റെ പേരാണ് പൂർണ്ണത. പാടാനും കഴിയും, പട നയിക്കാനും കഴിയും. അയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാ? കുചേലൻ അയാളുടെ സുഹൃത്താ, കുബേരനും സുഹൃത്താ. അംബാനി, ടാറ്റ, ബിർള, ബിൽഗേറ്റ്സ് ഒക്കെ കൃഷ്ണന്റെ ഫ്രണ്ട്സാ. ചേരിയിലെ ദാരിദ്ര്യത്തിന്റെ കേദാരമായ പട്ടിണിയുടെ പേക്കോലങ്ങളും കൃഷ്ണന്റെ സുഹൃത്താ. അതുകൊണ്ടാണല്ലോ അങ്ങ് 7-ാം മാളിക മുകളിൽ ഇരിക്കുമ്പോൾ, ഇവിടെ ഭാഗവതത്തിൽ അതൊക്കെ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? കുചേല സദ്ഗതിയൊക്കെ വായിച്ചില്ലേ? ഇല്ലേ? ആയില്ല, വരുന്നേ ഉള്ളൂ. സദ്ഗതി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതാ പൊട്ടിപ്പൊളിഞ്ഞ കുടയൊക്കെ ആയിട്ട് വീട്ടിലിഷ്ടം പോലെ പിള്ളേരൊക്കെ ഉണ്ട്. റേഷൻ കാർഡിൽ പോലും പേരില്ലാത്ത കുചേലം വരികയാണ്. ദാരിദ്ര്യത്തിന്റെ സ്വരൂപമായി വരികയാണ്. ഒരു പിടി അവലുകൊണ്ട് കുചേലനെ കുബേരനാക്കി മാറ്റുകയാണ് കൃഷ്ണൻ, അല്ലേ? അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ദരിദ്രനോടുള്ള സഹാനുഭൂതി, ഭൂതദയ, സഹാനുഭൂതി. കുബേരൻ ആ കാലത്തെ വലിയ പണക്കാരനാണ്. ആ കുബേരനും കൃഷ്ണനുമായി വലിയ സൗഹൃദത്തിലാണ്. കാലിച്ചക്കനും ദേവേന്ദ്രനും കൃഷ്ണന്റെ സുഹൃത്താണ്. പശുക്കളെ മേച്ച് നടക്കുന്ന ചെക്കന്മാരുണ്ടല്ലോ, അവരെല്ലാം വിളിച്ചുകൂട്ടി പാട്ടും പാടി കൈകൊട്ടി ചിരിക്കാൻ കൃഷ്ണൻ സാധിക്കും. കാലിച്ചക്കൻ മാത്രമല്ല, ദേവേന്ദ്രനും. വത്സസ്തേയം എന്നുള്ള കഥയൊക്കെ നമുക്കറിയാലോ. ബ്രഹ്മാവ് തന്നെ കൃഷ്ണനെ ഒന്ന് പറ്റിക്കാൻ നോക്കി. വത്സസ്തേയം ഭാഗവതത്തിൽ സവിസ്തരം പറയുന്നതാണ്. അപ്പൊ ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. കൃഷ്ണൻ ജന്മം കൊണ്ട് അധസ്ഥിതനാണ്. നമ്മളിപ്പോൾ എല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിനാണല്ലോ നോക്കുന്നത്. ജന്മം കൊണ്ട് ഇയാൾ അധസ്ഥിതനാ, പിന്നോക്കക്കാരനാ, യാദവനാ. യാദവ വംശം ഇപ്പോഴും സംവരണം അനുഭവിക്കുന്ന വംശമാണ്. യാദവ വംശമുണ്ട്, ഉത്തരഭാരതത്തിലുണ്ട്. യാദവ വംശം പിന്നോക്കക്കാരുടെ വംശമാണ്. അവരുടെ തൊഴിലെന്താ? അവരുടെ കുലത്തൊഴിലെന്ന് പറയും. രാജവംശം അല്ലാതെ കർമ്മയോഗം കൊണ്ട് രാജ പദവി നേടിയെടുത്തതാണ്. ഛത്രപതി ശിവജിയെ കുറിച്ച് നമ്മൾ വായിക്കാറില്ലേ? ഛത്രപതി ശിവജി സത്യത്തിൽ രാജകുമാരനല്ല, ക്ഷത്രിയ വംശത്തിൽ പിറന്നയാളല്ല, സ്വന്തം കരുത്തുകൊണ്ട് രാജാവായി മാറിയ ആളാണ്. അങ്ങനെ അത്ഭുത പ്രതിഭാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഇടയച്ചക്കനാണ്. അവരുടെ പരിപാടി എന്ന് പറയുന്നത് ഈ പശുവിനെ മേയിച്ച് നടക്കുക എന്നുള്ളതാണ്. സാധാരണ കർഷകൻ, ക്ഷീര കർഷകൻ, പശുവിനെ വളർത്തുക എന്നൊക്കെ പറഞ്ഞ ഒരു കുറഞ്ഞ പണിയാണ് എന്ന് കരുതുന്നവരുണ്ട്. കർഷകൻ എന്ന് പറയുന്നത് തന്നെ മോശം പരിപാടിയാണ്. 2 പറ കണ്ട ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ പെണ്ണ് കിട്ടില്ല, അല്ലേ? സർക്കാർ ഓഫീസിൽ പ്യൂണാണെങ്കിൽ
പെൺകുട്ടികൾ തയ്യാറാണ്. പക്ഷേ അവൻ കണ്ടത്തിൽ പണിക്കാരാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ ക്ഷീരകർഷകൻ, വെറും കണ്ടത്തിൽ പണിക്കാരനല്ല ഇയാള്, ക്ഷീരകർഷകനാണ്, പശുവിനെ പോറ്റുന്നവനാണ്. കൃഷ്ണൻ ക്ഷീരകർഷകനാ, യാദവനാ, കറുമ്പനാ. അവന്റെ കളർ, അവന്റെ നിറമെന്താ? അവർണനാണ്. നോക്കൂ, ഈ സനാതന ധർമ്മത്തിലെ പരമശ്രേഷ്ഠനായ മൂർത്തി. എല്ലാവരും പറയും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, തേങ്ങാക്കൊലയാണ്, മാങ്ങാ തൊലിയാണെന്നൊക്കെ പറയും. നിങ്ങൾ പാവപ്പെട്ട അമ്മമാർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. ഞങ്ങൾ ഈ പത്രക്കാരൊക്കെ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. ഹിന്ദുത്വം സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അത് ബ്രാഹ്മണ്യമാണ്. നോക്കൂ, എന്ത് ബ്രാഹ്മണ്യം! നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഏറ്റവും പിന്നോക്കക്കാരെ ബ്രാഹ്മണരാണ്. ബഹുഭൂരിപക്ഷം. നമ്മുടെ കേരളത്തിൽ 1% പോലും ജനസംഖ്യയില്ല ബ്രാഹ്മണർ. ഒരു കാലത്ത് ജാതീയമായ പല തോന്നിയാസം അവർ കാണിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? പരമദരിദ്രമാണ് അവസ്ഥ. 90% ആൾക്കാരുടെയും. ഇല്ലെന്ന് അല്ലാത്തവരും ഉണ്ടാവാം. ആ ബ്രാഹ്മണ്യം പറഞ്ഞിട്ട് ഹിന്ദുവിനെ ജാതീയമായി ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. ആ ബ്രാഹ്മണൻ പൂജിക്കുന്ന കൃഷ്ണൻ പിന്നോക്കക്കാരനാണ്. ജാതി പറഞ്ഞാൽ പിന്നോക്കക്കാരനാ. വെളുത്ത് തുടുത്ത് സായിപ്പിന്റെ നിറമാണോ കൃഷ്ണന്? ഇവിടെ ശില്പത്തിന് നിങ്ങൾ പെയിന്റ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. അയാൾ ശുദ്ധ കറമ്പനാ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കറുപ്പിന് 7 അഴകാണെന്നൊക്കെ പറഞ്ഞ, അതുകൊണ്ടാണ്. കറുമ്പനാണ് കൃഷ്ണൻ. ജന്മം കൊണ്ട് പിന്നോക്കക്കാരനാണ്, തൊഴിൽ കൊണ്ട് കാലിച്ചക്കനാണ്. ആ കറുപ്പ് അവർണതയുടെ കറുപ്പല്ല, അനന്തതയുടെ കറുപ്പാണ്. മനസ്സിലായില്ലേ? അത് അവർണമല്ല, അത് അനന്തതയുടെ പ്രതീകമാണ്. ഈ കറുപ്പ് അഗാധതയുടെ പ്രതീകമാണ്. ബ്രഹ്മമെന്ന, ഈശ്വരൻ എന്ന ഈ അനന്തമായ സത്യത്തിന്റെ പ്രതീകമാണ് ആ കറുപ്പ് എന്ന് പറയുന്നത്. അവന്റെ അലങ്കാരങ്ങൾ അനാർഭാടമാണ്. നമ്മൾ അവന് സ്വർണ്ണ കിരീടവും, അല്ലേ, ഗുരുവായൂരപ്പനൊക്കെ എത്ര കോടിയുടെ ആസ്തിയാ, പത്മനാഭന്റെയൊക്കെ എത്ര കോടിയുടെ ആസ്തിയാ. നമ്മൾ കൊടുത്താണിതൊക്കെ, അല്ലേ? 18.5 അടി നീളമുള്ള തിരുവനന്തപുരത്തെ അനന്തശായിയായ ഭഗവാൻ ഈ 18.5 അടിയുടെ നീളത്തിലുള്ള മാലയുണ്ട്. അതെന്തോ 10-25 കിലോയുള്ള മാലയാണ്. പൊതിച്ച തേങ്ങയുടെ വലിപ്പമുള്ള രത്നങ്ങളൊക്കെ അവിടെ ബീനിലവറെ കിടക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ എത്ര കിലോ സ്വർണ്ണമുണ്ട്? എത്ര ടൺ? കിലോ അല്ല കേട്ടോ, ടൺ സ്വർണ്ണം ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ഓരോരുത്തരും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. സ്വർണ്ണ കിരീടവും സ്വർണ്ണമാലയും പുലിനഖമാലയും കാൽത്തളയും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണന്റെ അലങ്കാരങ്ങൾ അത് അനാർഭാടമാണ്. പീതാംബരം, മഞ്ഞൾ പിഴിഞ്ഞുടുത്ത ഒരു കൂറയാണത്. സാധാരണക്കാരന്റെ വേഷമാണ്. കൊഴിഞ്ഞുപോയ പീലിത്തുണ്ടുകൾ കൊരുത്തെടുത്ത ഒരു കിരീടമാണ്, ഒരു പീലിത്തിരുമുടിയാണ് അവന്റെ വേഷം. കാട്ടുപുല്ലാങ്കുഴൽ കൊണ്ട് നാദവിസ്മയം തീർക്കുന്നവനാണ് കൃഷ്ണൻ. അവന്റെ ഇഷ്ട അലങ്കാരം വനമാലയാണ്. തോവാളയിൽ നിന്ന് വരുന്ന പൂവൊന്നുമല്ല വനമാല. നമുക്കിപ്പോൾ തോവാളയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ പൂ വരണമല്ലോ. രാസവളമിട്ട് കൃഷി ചെയ്ത ചെടിയിൽ നിന്നുള്ള പൂ വരണമല്ലോ. കൃഷ്ണൻ വനമാലിയാണ്. സദാ അവന്റെ കയ്യിലുള്ളത് കാലിക്കോലാണ്. നോക്കൂ, നമ്മുടെ ദേവതാ സങ്കല്പത്തിൽ ഇത്രയും അനാർഭാടമായിട്ടുള്ള ഒരു ദേവതയുണ്ടോ? നാം ആരാധിക്കുന്ന കൃഷ്ണൻ എത്ര സർവ്വസാധാരണക്കാരെക്കാളും സാധാരണക്കാരനല്ലേ? അഗാധതയുടെ വർണ്ണമായ കറുപ്പല്ലേ അവന്റെ നിറമെന്ന് പറയുന്നത്? ഇനി നമ്മുടെ സാഹിത്യങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഭാരതീയ സാഹിത്യം പരിശോധിച്ചാൽ, കൃഷ്ണൻ എന്ന ഇതിഹാസം, കൃഷ്ണൻ എന്ന ആശയം, ആ കൃഷ്ണൻ എന്ന ആശയമാണ് നമ്മുടെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പരാമർഷ്ടമാകുന്ന ആശയം. ഇപ്പൊ നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കൂ. ഭാരതീയ സാഹിത്യത്തിലെ നിറസാന്നിധ്യം 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളുമുള്ള ഭാഗവതം ഇവിടെ വായിക്കുന്നു. 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളും 1.25 ലക്ഷം ശ്ലോകമുള്ള മഹാഭാരതത്തിലെ നായകനാരാ? കൃഷ്ണനാണ്. മഹാഭാരതത്തിന്റെ നായകനും കൃഷ്ണനാണ്.
ബ്രഹ്മവൈവർത്ത പുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ഹരിവംശം, ഇങ്ങനെ എത്ര പുരാണങ്ങളിലെ നായകനാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്നതൊരു പൊളിറ്റിക്കൽ ഇൻകാർണേഷൻ കൂടെയാണ്. നമുക്ക് പല അവതാരങ്ങളുണ്ട്. അധർമ്മികളായ ഭരണക്കാരെ കൊണ്ട് പൊറുതിമുട്ടി ഈ ഭൂമിയിൽ. രാഷ്ട്രീയക്കാര് അധർമ്മികളാകുമ്പോൾ, അഴിമതിക്കാരാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കൃഷ്ണൻ. അന്നത്തെ രാജാക്കന്മാര് അധർമ്മം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിച്ചപ്പോൾ ഭൂമിദേവി ഒരു കാമധേനുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുകയാണ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ അവതാരം. ഒരു രാഷ്ട്രീയ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അയാൾ ഏതെങ്കിലും രാജകുടുംബത്തിലെ സ്വർണ്ണ തൽപ്പത്തിലാണോ പിറന്നു വീണത്? അല്ല. കാരാഗൃഹത്തിൽ, കംസന്റെ കാരാഗൃഹത്തിൽ, മരണവാറണ്ടിന്റെ നടുവിൽ. മരണവാറണ്ടുമായിട്ടൊരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണൻ മാത്രമാണ്. ജനിക്കുന്നതിന് മുന്നേ കൊല്ലാനുള്ള ഉത്തരവ് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ജനിക്കുന്നതിന് മുന്നേ നോക്കൂ, എത്ര സംഘർഷഭരിതമായിരുന്നു ജീവിതം. എന്നിട്ടവൻ കരഞ്ഞോ? ഇല്ല. അതാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. മരണവാറണ്ടുമായി വന്നവനാണ് അവൻ. ജനിക്കുന്നതിന് മുന്നേ അവന്റെ മരണവാറണ്ടിൽ ഒപ്പിട്ടിരുന്നു. ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല, കൽത്തുറുങ്കിലാണ്. ആ കൽത്തുറുങ്കിൽ പിറന്നവൻ സ്വന്തം മാതാപിതാക്കളെ തടവിലിട്ട് ഭരണം പിടിച്ചിരിക്കുന്ന കംസന്റെ കാരാഗൃഹത്തിൽ. ഉഗ്രസേനൻ തടവിൽ കിടക്കുകയാണ്, യഥാർത്ഥ രാജ്യാവകാശി. ആ കംസൻ നടത്തിയ ശിശുഹത്യകൾ, കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ നടത്തിയ ശിശുഹത്യകൾ. ഇപ്പൊ നമ്മൾ സിറിയയിലും ഗാസയിലും ഒക്കെ കുട്ടികൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്നു. അതിലെത്രയോ കുട്ടികളെ കംസൻ കൊന്നു. കൃഷ്ണനെ വധിക്കാൻ വേണ്ടി എത്രയോ കുട്ടികളെ കൊന്നു. കൃഷ്ണനെ വധിക്കാൻ വേണ്ടി ആരെയൊക്കെയാ അയച്ചത്? നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ ഇത്ര പ്രതിസന്ധി വന്നിട്ടുണ്ടോ? പൂതന ജനിച്ചു വീണപ്പോഴേ മുലപ്പാലിലൂടെ വിഷം കൊടുക്കുകയാണ്, അല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്. മുലപ്പാലിലൂടെ വിഷം കൊടുക്കുകയാണ് ഇപ്പോഴും. മുലപ്പാൽ കൊടുക്കാറില്ലല്ലോ പിള്ളേർക്ക് എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പം എല്ലാം കലക്കുപാലാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അവർ ജീവിതാവസാനം കലക്കും. ഇപ്പം വളർന്നു വരുമ്പോൾ ജീവിതം കലക്കും. കലക്കുപാലാണ് കൊടുക്കുന്നത്. അടുത്ത കാലത്തൊരു വീട്ടിൽ ഒരമ്മ പറഞ്ഞു, ഞങ്ങളെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ച് അപ്പറെ തൊട്ടിലിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അമ്മ വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഞാൻ അവനെ ഉറക്കാൻ ഇപ്പോൾ മൊബൈല് കൊടുക്കുകയാണ് അവൻ്റെ കയ്യിലേക്ക്. കൊച്ചത് കണ്ടു കിടന്നുറങ്ങിക്കോളും. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ട്രെയിനിൽ കാണാൻ സാധിക്കും, കരയുന്ന കുട്ടിക്ക് ഉടനെ അമ്മ അല്ല അച്ഛൻ മൊബൈൽ കൊടുക്കും. പിന്നെ കുട്ടി കരയില്ല. അപ്പോ ഈ മൊബൈലിലൂടെ ഇപ്പൊ പൂതന വരുന്നേ. മൊബൈലിലൂടെ പൂതന വരികയാണ്. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിക്കൊക്കെ മൊബൈലിന്റെ സർവ്വ കുരുക്ക് കഴിക്കാൻ അറിയാം. കാരണം അവൻ ജനിച്ചു വീഴുന്ന ഈ മൊബൈലിലേക്കാണ്. ഇപ്പൊ കൃഷ്ണൻ ഈ പൂതനെ എങ്ങനെയാണ് അതിജീവിച്ചത് നമുക്കറിയാം. വലിച്ചു കുടിച്ച് ചണ്ടിയാക്കി ചവറാക്കി വലിച്ചെറിഞ്ഞു, അല്ലേ? പൂതനയെ അതിജയിക്കുന്ന കൃഷ്ണൻ. കൃഷ്ണൻ 1 വയസ്സുള്ളപ്പോഴാണ് തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ വരുന്നത് വധിക്കാൻ വേണ്ടിയിട്ട്. ശകടാസുരൻ വരിഞ്ഞു, ടിപ്പർ ലോറി. ശകടം എന്ന് പറഞ്ഞ വാഹനം. കൃഷ്ണനെ വധിക്കാൻ വേണ്ടി ഓരോ ഗുണ്ടകളെ അയക്കുകയാണ്. ഒരാൾ ടിപ്പർ ലോറി ആയിട്ടാണ് വന്നത്. കൊന്ന് കാല് കുടഞ്ഞപ്പോൾ ശകടാസുരൻ തീർന്നു. അവന്റെ ബാല കൗമാര കാലഘട്ടത്തെ നമ്മളൊന്ന് പരിശോധിക്കൂ. കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബാല്യവും കൗമാരവും ഒന്ന് പരിശോധിച്ചാൽ ഇത്രയും സുന്ദരമായ ആഘോഷമായ ബാല്യം ഇപ്പോൾ ഉണ്ടോ? ആഘോഷമായ ബാല്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ ഈ കണ്ണട നമ്മൾ വെക്കുന്നത് 50 വയസ്സ് കഴിയുമ്പോഴാണ്. 50 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് സാധാരണക്കാർ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങും.
ഞങ്ങളൊക്കെ ഇതിന് നേരത്തെ വെക്കണം, കാരണം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പുസ്തകത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് മുമ്പേ വെക്കണം. പക്ഷേ ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടി എടുത്താൽ പോകാത്ത സോഡാ കുപ്പി ഗ്ലാസും വെച്ചാണ് നടക്കുന്നത്. എന്താ സംഭവം? കണ്ണടിച്ചു പോയിരിക്കുകയാണ്. ഈ മൊബൈലും എല്ലാം കൂടെ നോക്കി 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 കണ്ണടിച്ചു പോയിരിക്കുകയാണ്. വളരെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് അവരുടെ ബാല്യം നഷ്ടപ്പെടുകയാണ്. മണ്ണപ്പം ചുട്ട് കളിച്ചെന്നൊക്കെ ഇന്ന് പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൺട്രി ഫെലോസ്. ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ കൺട്രി ഫെലോസ് ആയിരുന്നു എന്ന് പറയും. പുഴ കണ്ടിട്ടില്ല, പുഴയിൽ കുളിച്ചിട്ടില്ല, മാവിൽ കല്ലെറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഫ്ലാറ്റ് ജീവിതങ്ങളാണല്ലോ. അടുത്ത കാലത്ത് രസകരമായ ഒരു സംഭവം ഒരാൾ പറഞ്ഞു. ഒരു പട്ടി ഷോ നടക്കുകയാണ്. പട്ടി ഷോ എന്ന് പറയാൻ പാടില്ല കേട്ടോ, പെറ്റ് ഷോ. പെറ്റ് ഷോ നടക്കുകയാണ്. ഈ നായ്ക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് കൊച്ചമ്മമാരെല്ലാം അവരുടെ ഭർത്താവിനേക്കാളും ശ്രേഷ്ഠൻ ഈ നായാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നഗരത്തിലൊരു വലിയ പട്ടി ഷോ നടക്കുമ്പോൾ, ഞാൻ പച്ചമലയാളത്തിൽ പറയുന്നതാണ് ഈ പട്ടി ഷോ. ഈ പട്ടി ഷോ നടക്കുമ്പോൾ ഓരോ പട്ടിയെയും കൊണ്ടുവരും, അതിൻ്റെ പ്രകടനങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാ പട്ടിയും വാല് ഇങ്ങനെയാണല്ലോ വീശുന്നത്, ഒരു പട്ടി മാത്രം വാൽ ഇങ്ങനെ വീശുന്നു. അപ്പോൾ ചോദിച്ചത് എന്താ സംഭവം? അപ്പോൾ പറഞ്ഞു ഇത് ഫ്ലാറ്റിൽ വളർത്തുന്ന പട്ടി, അവിടെ ഇങ്ങനെ വീശാനുള്ള ഇടയില്ല, അതുകൊണ്ട് പട്ടി ഇങ്ങനെയാണ് വാല് വീശുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. കോഴിക്കോട് ഈ കൃഷ്ണനെ പറയുന്നതിനിടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രമുണ്ട്. ആ തളി മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് വളരെ പഴയ ഒരു 4 കെട്ട്, ഗംഭീരമായ 4 കെട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ തറവാട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ ആ തറവാട്ടിലെ ആൾക്കാരെ കാണാൻ വേണ്ടി ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട്. ഒരു ഫ്ലാറ്റിലെ 26ാമത്തെ നിലയിൽ ആണ് അവർ താമസിക്കുന്നത്. ഈ ഒന്നാന്തര സ്ഥലവും എല്ലാം വിറ്റു. അവിടെ ഇന്ന് വേറൊരു വിഭാഗത്തിൻ്റെ കെട്ടിടമാണ്. അപ്പം ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, കഴിഞ്ഞ ആളിൽ പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഗംഭീര സ്വീകരണമാണ്. വാതിലൊന്നും അടക്കില്ല. 26ാമത്തെ നിലയിൽ കള്ളം കയറൂല. കാരണം അവന് ഇതിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് അവൻ്റെ ബാലൻസ് തെറ്റി മരിച്ചു പോകും. കൊതുക് വരില്ല. ഒരു 5 നിലയൊന്നും കഴിഞ്ഞാൽ കൊതുകിന് എത്താൻ പറ്റില്ല. കാരണം ഈ പ്രഷർ വേരിയേഷൻ ഉണ്ട്, തമാശ പറയുന്നതല്ല. ജനലൊക്കെ തുറന്നിടാം മുകളിൽ. ഈ 10-15 നില കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തുറന്നിടാം, കാരണം കൊതുകൊന്നും അങ്ങോട്ട് വരില്ല. പ്രഷർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ പരമ്പരാഗതമായി വെച്ച് പൂജിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു വെള്ളി വിഗ്രഹമുണ്ട്. അവിടെ എല്ലാ ദിവസവും സാളഗ്രാമമൊക്കെ ഉണ്ട്, നേദ്യമൊക്കെ കൊടുക്കും. ഞാനവിടെ പോയി ഇതൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും മനോഹരമായ നിങ്ങളുടെ ഈ സ്ഥലവും വീടുമൊക്കെ വിറ്റിട്ട് ഈ ആർക്കും ഭാവിയിൽ ഉപകാരമില്ലാത്ത ഈ ഫ്ലാറ്റ് വന്ന് താമസിക്കുന്നത്? കാരണം ആ ഫ്ലാറ്റ് ജീവിക്കുന്നതിന് വേറെ പൈസ കൊടുക്കണം. മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 5000-6000 രൂപ എന്ന് വെച്ചാൽ വാടകയ്ക്ക് കഴിയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ 5000-6000 രൂപ കൊടുക്കണം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അന്നേരം അവർ പറയാണ്, അതെ, ഈ 4 കെട്ടിലൊക്കെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ പശുവൊക്കെ കയറി വരും, തെങ്ങും തൈയൊക്കെ തിന്നും. അപ്പം അതൊന്നും നോക്കാൻ ആളില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ പശു കയറി വരില്ല, തിന്നാൻ തെങ്ങും തൈയുമില്ല. 28ാമത്തെ നില ആരാ തെങ്ങും തൈ വെക്കുന്നത്? എത്ര ബുദ്ധിശൂന്യമാണ് എന്ന് നോക്കൂ നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഈ മണ്ണിൽ നിന്നും പിഴുതു മാറ്റപ്പെടുന്നവന് ബാല്യം ഉണ്ടാവില്ല, കൗമാരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കൃഷ്ണൻ മണ്ണിലൂടെ നടന്നവനാണ്, കാളിന്തിയിൽ കുളിച്ചവനാണ്, കാളിയൻ്റെ മേലെ നൃത്തമാടിയവനാണ്. കുട്ടിക്കാലത്തെ അവൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ കണ്ടു വളർന്നവനാണ്. നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നുണ്ടോ? മണ്ണ് വാരി തിന്നവനാണ്. വാരി തിന്നേക്കരുത് കേട്ടോ, കൃഷ്ണൻ അങ്ങനെ ചെയ്തു. ഇപ്പം മണ്ണ് വാരി തിന്ന അപ്പം മയ്യത്തായി പോകും. കാരണം കംപ്ലീറ്റ് രാസവസ്തുക്കളാണെന്ന് ഈ മണ്ണിൽ ഇപ്പോൾ ഉള്ളത്. പ്ലാസ്റ്റിക് ആയിരിക്കും നമ്മൾ വാരി കഴിക്കാൻ പോകുന്നത്, മണ്ണില്ല. ഇപ്പം കൃഷ്ണൻ മണ്ണ് വാരി തിന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പിള്ളേർ കയറി മണ്ണ് വാരി തിന്നാൽ ചിലപ്പോൾ അപ്പം മയ്യത്തടക്കം കൂടെ നടത്തേണ്ടി വരും. അപ്പം മണ്ണ് മലിനമായി. കൃഷ്ണൻ മണ്ണ് വാരി തിന്നപ്പോഴാണല്ലോ ഈ മണ്ണ് വാരി തിന്ന കടവുണ്ട് കേട്ടോ. യമുനയുടെ തീരത്ത് ഞാൻ ഈ യാത്ര പോയ സമയത്ത് കൃഷ്ണൻ മണ്ണ് വാരി തിന്നു എന്ന് പറയുന്ന ഒരു കടവുണ്ട്.
എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ്. കൃഷ്ണൻ മണ്ണ് വാരിത്തുന്ന സ്ഥലം. അവിടെ വെച്ചാണ് ബലരാമ അമ്മയോട് പോയി പറഞ്ഞു, എവൻ മണ്ണ് വാരി തിന്നു അമ്മയെന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് അമ്മ യശോദ വന്നിട്ട് ഇവൻ്റെ ചെവി പിടിച്ച്, നീ മണ്ണ് വാരി തിന്നോ? ഇല്ലമ്മ. നാക്കെടുത്താ കള്ളവ പറയുള്ളൂ. കൃഷ്ണന്റെ കള്ളങ്ങൾക്ക് പോലും ഒരു സൗന്ദര്യമുണ്ട്. ഈ കുട്ടിയുടെ അമ്മയ്ക്കറിയാം ഇവൻ കള്ളമാണ് പറയുന്നതെന്നുള്ളത്. ഇന്ന് കള്ളം കാണിക്കലാണല്ലോ. എന്താ നീ താമസിച്ചത്? ട്യൂഷന് പോയതായിരുന്നു. എവിടെയായിരുന്നു ട്യൂഷൻ? നെഹ്റു പാർക്കിലായിരുന്നു ട്യൂഷൻ. അത് പറയുന്നില്ല. മോൾ എവിടുന്നാ വരുന്നത്? നെഹ്റു പാർക്കിൽ നിന്നാ വരുന്നത്. അവിടെ എന്തായിരുന്നു? ചുംബന സമരം ഉണ്ടായിരുന്നു, അതിന് പോയതായിരുന്നു. കള്ളം പറയല്ല, ഇപ്പൊ കള്ളം കാണിക്കലാണ്. കൃഷ്ണൻ പറയുന്ന നിഷ്കളങ്കമായ കള്ളങ്ങൾ. നീ മണ്ണ് വാരിത്തുന്നോ? ഞാൻ വാരിത്തുന്നു. തുറക്കടാവായി വായ തുറന്നു. തുറന്നപ്പോ എന്താ കണ്ടത്? അണ്ടകടാഹങ്ങൾ മുഴുവൻ കാണുകയാണ്. ഈ കൊച്ചു പയ്യന്റെ വായിൽ അണ്ടകടാഹങ്ങൾ മുഴുവൻ കാണുകയാണ്. അമ്മയ്ക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അർജുനന് വിശ്വരൂപം കാണിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, ഞാൻ നിങ്ങളുടെ ഈ പിഞ്ചു കുട്ടിയൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഈ ചേലത്തുമ്പില് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ പ്രപഞ്ചമാണ്. ഹേ തള്ളേ. തള്ളയെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കാണോ? അറിയില്ല ഓരോ സ്ഥലത്തെ പ്രയോഗം. എൻ്റെ പൊന്നു തള്ള, ഞാന് നിങ്ങളുടെ ചേലത്തുമ്പിൽ നിങ്ങളുടെ ചെറുവിരലിന്റെ തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഞാനിതൊന്നും അല്ല എന്ന് വളരെ ചെറുപ്പത്തിൽ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഈ മണ്ണ് വാരിയ കടവുണ്ട്. ഇവൻ മണ്ണ് വാരി തിന്ന കടവ്. മണ്ണ് വാരി കളിച്ചൊരു സ്ഥലമുണ്ട് ഈ അമ്പാടിയിൽ. അമ്പാടി കൃഷ്ണൻ മണ്ണ് വാരിക്ക് ഞാൻ ലാസ്റ്റ് പോകുന്ന സമയത്ത് ഞാൻ ഒരു കാഴ്ച കണ്ടു. കണ്ണു നിറഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ്. 100 കണക്കിന് ആൾക്കാർ, വിശാലമായ ഒരു മണൽപ്പരപ്പാത്. അവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ട്. രമൺ രേതി എന്നാ സ്ഥലത്തിൻ്റെ പേര്. രമൺ രേതി. രമൺ രേതി എന്ന് പറയുന്ന ആ സ്ഥലത്ത് VIP-കളും സാധാരണക്കാരും കുട്ടികളും മുതിർന്നവരും എല്ലാം മണ്ണുവാരി ദേഹത്തിട്ടിട്ട് അവിടെ കിടന്ന് ഉരുള് കണ്ട് കളിക്കുക. സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറയുന്നത്, ഇവിടെ കൃഷ്ണൻ മണ്ണുവാരി കളിച്ചത്രേ. ഞാനോ അവിടുന്ന് ഒരു പിടി മണ്ണുവാരി. ആ മണ്ണ് കേസരിയിലേക്ക് കൊണ്ടുവന്നു. എയർപോർട്ടിൽ വെച്ച് പിടിച്ചു, അത് വേറെ വിഷയം. കാരണം ഒരു കുപ്പിക്കകത്ത് ഈ മണലൊക്കെ നിറച്ച് വന്ന് ബാഗിൽ ഇതിങ്ങനെ പോകുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ എന്തോ RDX മറ്റോ കൊണ്ടുപോകുന്നതാണ് അവർ പിടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്താണ് ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇതെനിക്ക് വിട്ടുകിട്ടിയത്. ഞാനത് കേസരി ഭവനിൽ ഒരു സരസ്വതി മണ്ഡപമുണ്ട്, സരസ്വതി വിഗ്രഹമുണ്ട്. അവിടെയാണ് കുട്ടികൾ എഴുത്തിനിരിക്കുന്നതൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ഭാരതത്തിലെ പുണ്യ സ്ഥലങ്ങളിലെ ഗംഗ, യമുന, ബ്രഹ്മപുത്ര അവിടെ നിന്നൊക്കെയുള്ള ഒരു പിടി മണ്ണ് കൊണ്ടുവന്നിട്ട് ഒരു അഷ്ടതള അക്ഷരപത്മം ഉണ്ടാക്കിയിട്ടുണ്ട്. കരിങ്കല്ലിൽ ഒരു പത്മം തീർത്തിട്ടുണ്ട്. അതിനകത്ത് നിറച്ചിരിക്കുകയാണ്. സരസ്വതി നദി, അന്തർധാനം ചെയ്തു പോയ സരസ്വതി നദിയിലെ തീർത്ഥം കുറച്ചു ഭാഗത്ത് ഒഴുകുന്നുണ്ട്. അതുവരെ അവിടെ കൊണ്ടുവന്ന ഒരു കലശത്തിൽ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുക. കോഴിക്കോട് വരുമ്പം എല്ലാവരും ഇവിടെ വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മണ്ണ് വാരി കളിച്ച സ്ഥലം, മണ്ണ് തിന്ന സ്ഥലം, എന്തൊരു വിശ്വാസ ദാർഢ്യമാണ് നോക്കൂ. 5000-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ഒരാശയമാണ്. വ്യക്തി എന്നതിനേക്കാളും കൃഷ്ണൻ ഒരാശയമാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും കൃഷ്ണൻ ജീവിക്കും. നമ്മുടെ മക്കൾ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകും, പക്ഷെ കൃഷ്ണൻ മരിക്കുന്നില്ല. എത്രയോ തലമുറയായിട്ട് അവൻ നമ്മുടെ മനസ്സിലിരുന്ന് മണ്ണ് തിന്നുകയാണ്. എത്രയോ തലമുറയായിട്ട് അവൻ നമുക്ക് വിശ്വരൂപം കാണിക്കുകയാണ്. അപ്പം പരിസ്ഥിതി സൗഹൃദമായ ജീവിതം നയിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാ? കൃഷ്ണനാണ്. കാളിന്തി നദിയെ മലിനമാക്കിയപ്പോൾ അവനെ രമണക ദ്വീപിലേക്ക് പറഞ്ഞു വിട്ടു. അവനെ കൊന്നില്ല. കൃഷ്ണന് വേണമെങ്കിൽ കാളിയനെ വധിക്കാമായിരുന്നു, വധിച്ചില്ല. നമ്മളൊരു പാമ്പിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ വാവ സുരേഷിനെ വിളിക്കും, അല്ലേ? വീടിന്റെ വിറകുപുരയ്ക്കകത്തൊരു പാമ്പിന്റെ പടം എന്നല്ലേ പറയാ, അതിന്റെ തോലുരിക്കുന്നതിന്, കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിളിക്കും. ഫയർഫോഴ്സിലേക്കും ആംബുലൻസിലേക്കും പിന്നെ ഫോറസ്റ്റിലേക്കും വിളിക്കും. ഈ പാമ്പിനെ ഇവിടുന്ന് പിടിക്കണം, തല്ലിക്കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യും. പാമ്പിനെ പിടിച്ചാൽ അതിൻ്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കും. പിന്നെ അത് ജീവിക്കില്ല. അത് ആ വിഷസർപ്പത്തോട് പോലും കൃഷ്ണൻ കാണിക്കുന്ന കാരുണ്യം നോക്കൂ. സർവചരാചര സഹാനുഭൂതിയുടെ സന്ദേശം. പ്രപഞ്ചത്തിന് ദോഷമുണ്ടാക്കാതെ ജീവിക്കണം. ദോഷമുണ്ടാക്കിയവനെയൊക്കെ തീർത്തു കളയാനും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്.
രമണകദ്വീപിലേക്ക് പറഞ്ഞു വിടുകയാണ് കാളിയനെ. ഗോവർദ്ധന ഉദ്ധാരണം ചെയ്യുന്ന കൃഷ്ണൻ എപ്പോഴാണ് നമുക്കറിയാം. എല്ലാവരും ദേവേന്ദ്രനെ പൂജിക്കുകയാണ്. വലിയ ഇന്ദ്രോത്സവം നടക്കുന്നു അമ്പാടിയിൽ. അപ്പോ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാണ് എല്ലാവരും ഈ ആഹാര സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വലിയ ഹോമകുണ്ഡങ്ങളിൽ ഇങ്ങനെ നേദിക്കുന്നത്? ഇപ്പൊ എല്ലാവരും പറഞ്ഞു, വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ആചാരമാണ്, ആചാരം തെറ്റിക്കാൻ പാടില്ലല്ലോ. എന്താണ് ഈ ആചാരം? അത് നമ്മൾ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുകയാണ്. എന്തിനാണ്? നമ്മളെല്ലാവരും പശുപാലകന്മാരാണ്. നമ്മുടെ പശുക്കൾക്ക് പുല്ല് കിട്ടണമെങ്കിൽ മഴ പെയ്യണം. മഴ പെയ്യിക്കുന്നത് ദേവേന്ദ്രനാണ്. കൃഷ്ണൻ പറഞ്ഞു, സ്റ്റുപ്പിഡ്, ഇത് മണ്ടത്തരാണ്. ഒരു ദേവേന്ദ്രനല്ല മഴ പെയ്യിക്കുന്നത്. മഴ പെയ്യിക്കുന്നത് മലകളാണ്. നോക്കൂ, പരിസ്ഥിതി ശാസ്ത്രം കൃഷ്ണൻ പറയണം 5000 വർഷങ്ങൾക്ക് മുന്നേ. ഈ കാണുന്ന ഗോവർദ്ധന പർവ്വതം, അന്ന് ഗോവർദ്ധനം വളരെ വലുതായിരുന്നു കേട്ടോ. ഇപ്പൊ ഗോവർദ്ധനം ചെറുതാ. ഗോവർദ്ധന പരിക്രമണമുണ്ട്. ഗോവർദ്ധനം നമുക്ക് ചുറ്റി കാണാം, ചുറ്റി വണ്ടിയെടുത്തും നടന്നുമൊക്കെ പോവാം. ഗോവർദ്ധനം ചെറുതായിക്കൊണ്ടിരിക്കുന്ന പർവ്വതമാണ്. അപ്പൊ ആ ഗോവർദ്ധന പർവ്വതം നിങ്ങൾ പൂജിക്കൂ. അങ്ങനെ എല്ലാവരും ഗോവർദ്ധനത്തെ പൂജിക്കാൻ തുടങ്ങി. കാരണം മലകൾ, ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ പശ്ചിമഘട്ടം തകർക്കരുത്. ഗാഡ്ഗിൽ പറയുന്നതിന് മുമ്പ് കൃഷ്ണനാണ് പറഞ്ഞത്, നിങ്ങൾ ഗോവർദ്ധനത്തെ പൂജിക്കൂ. കാരണം ഗോവർദ്ധനം മേഘങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടാണ് മഴ പെയ്യുന്നത്. അത് പരിസ്ഥിതി ശാസ്ത്രമാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഗോവർദ്ധനത്തെ ഉയർത്തിപ്പിടിച്ച് കൃഷ്ണൻ നിന്നു 7 ദിവസം. അമ്പാടിയിലെ മുഴുവൻ ജീവജാലങ്ങളെയും, ശ്രദ്ധിക്കണം, മനുഷ്യനെ മാത്രമല്ല രക്ഷിച്ചത്, സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കുകയാണ്. അത് നൽകുന്ന ഒരു സന്ദേശമില്ലേ? സർവ്വചരാചരങ്ങളോടുള്ള സഹാനുഭൂതി. ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്തൊക്കെ ധാരാളം മൃഗങ്ങൾ വരുന്നത് നല്ല ലക്ഷണമാണ്. പട്ടികളൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നോന്ന് എനിക്ക് അറിയത്തില്ല. വന്നാൽ നിങ്ങൾ എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും. വരാറുണ്ടോ? വല്ലതും കൊടുക്കാറുണ്ടോ? കല്ലല്ലാതെ. സാധാരണഗതിയിൽ സപ്താഹം നടക്കുന്ന സ്ഥലത്ത് പൂച്ച, പട്ടി ആദി ജീവികളൊക്കെ വന്നിരിക്കും. മനോദൗർബല്യമുള്ള അലഞ്ഞു തിരിയുന്ന അവധൂതന്മാരെ പോലെയുള്ള ആൾക്കാർ വരും. അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ കമ്മിറ്റിക്കാർ അവരെ അപ്പം തന്നെ പുറത്താക്കാറുണ്ട്. ഇത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നതാണ്. കൃഷ്ണൻ ഈ സർവചരാചര സഹാനുഭൂതിയുടെ ആളായിരുന്നു. സൂക്ഷ്മബോധത്തിൽ ഉയർന്ന മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അവധൂതന്മാരായിരിക്കും ചിലപ്പോൾ ഭ്രാന്തനായിട്ട് വന്നത്. മുൻജന്മത്തിൽ അമ്പലത്തിലെ കിണ്ടി മോട്ടിച്ചതിന്റെ പേരിൽ പട്ടിയായി പോയവൻ ഈ ജന്മത്തിൽ ഭാഗവതം കേട്ട് മോക്ഷം പ്രാപിക്കാൻ വേണ്ടി വന്നതായിരിക്കും. ചിലപ്പോൾ അകന്ന അമ്മാവനായിരിക്കും വന്നിരിക്കുന്നത്. ആദ്യത്തെ കല്ല് എൻ്റെ വകയായിക്കോട്ടെ എന്ന് മരുമകൻ കരുതി. പ്രത്യേകിച്ച് നായ്ക്കൾ. നമ്മുടെ വീടുകളിൽ ഉള്ള ഈ ജീവജാലങ്ങളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. നമ്മളെപ്പോലുള്ള ഈശ്വര അംശമാണത്. പൂച്ചയോടൊക്കെ നമ്മൾ എത്ര ശത്രുതയോടുകൂടിയാണ് പെരുമാറുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത്, ഹിന്ദുത്വമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ സർവചരാചര സഹാനുഭൂതി വേണം. ഞാൻ ഒറീസയിൽ ഒരു ക്ഷേത്രത്തിൽ പോയി. ഒരു വലിയ ശിവക്ഷേത്രം. 50 മൂർത്തികളുടെ പ്രതിഷ്ഠയുണ്ട്. ലിംഗരാജ ക്ഷേത്രം 50 മൂർത്തികളുടെ പ്രതിഷ്ഠയുണ്ട് ഈ ഒരു കോമ്പൗണ്ടിൽ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണത്. നമ്മുടെ ചെങ്കല്ലാണത് ഉപയോഗിച്ചത്. വെട്ടുകല്ലെന്ന് പറയില്ലേ, ചെങ്കല്ല് കൊണ്ടാണത് പ്രധാന ശ്രീകോവിൽ പണിതിരിക്കുന്നത്. അവിടെ രസകരമായ ഒരു കാഴ്ചയും കണ്ടു. ഈ 50 ഉപദേവാലയങ്ങളിൽ പലയിടത്തും പൂജ പോലും ഇല്ല കേട്ടോ. പക്ഷെ പൂജയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്ന് പാർവതിയുടെ ക്ഷേത്രമാണ്. പാർവതിയുടെ ക്ഷേത്രം ഗംഭീരമായ പൂജ നടക്കുന്ന ക്ഷേത്രമാണ്. നോക്കുമ്പം ശ്രീകോവിലിൽ പൂജാരി അല്ലാതെ വേറെ ആരൊക്കെയോ ചലിക്കുന്നു. നോക്കുമ്പോൾ നിറയെ പൂച്ചകളാണ്. പാർവതിയുടെ കളിക്കൂട്ടുകാരാണ് അത്ര പൂച്ചകൾ. അവിടെ ശ്രീകോവിലിൽ പൂച്ചയ്ക്ക് സർവ്വസാധനം കൊടുത്തിരിക്കുക. ഈ സനാതന ധർമ്മം എത്ര സുന്ദരമായ തത്വങ്ങളെയാണ് പകർന്നിരുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ കളിക്കൂട്ടുകാർ, അതിനകത്ത് സർവചരാചരങ്ങളുമുണ്ട്. കൃഷ്ണനോടൊപ്പം രാസലീലയാടുന്നത് ഞാൻ പറഞ്ഞു, ഗോപികമാര് മാത്രമല്ല. രാസലീലയെ കുറിച്ച് പറഞ്ഞു, ജീവിതം രാസലീലയാകണം എന്ന് പറഞ്ഞു. കൃഷ്ണൻ രാസലീല ആടിയത് മുഴുവൻ പെണ്ണുങ്ങളുടെ ഒപ്പമായിരുന്നു. ഇത്രയും വലിയ വിഷയലംബടൻ വേറെ ഉണ്ടായിരുന്നില്ല. മഹാ അസാൻമാർഗിയായിരുന്നു കൃഷ്ണൻ എന്നൊക്കെ പറയുന്നവരുണ്ട്.
പെൺകുട്ടികളുടെ വസ്ത്രം അപഹരിച്ച് ആലിന്റെ കൊമ്പത്തിട്ടിട്ട് ഇവൻ കണ്ടു രസിച്ചു. ഇയാൾക്ക് എത്ര വയസ്സുണ്ടപ്പം? 11 വയസ്സ്. ഈ രാസലീല ആടുന്ന സമയത്ത് ഇവന്റെ പ്രായം 11 വയസ്സാണ്. ഇപ്പം 2 വയസ്സിലും 3 വയസ്സിലും മൊബൈലിൽ ഇവൻ രാസലീല കാണുകയാണ്. കൃഷ്ണൻ രാസലീല ആടുന്നത് 11 വയസ്സിലാണ്. 11 വയസ്സിൽ എന്ത് കാമവികാരമാണ് ഒരു കുട്ടിക്കുണ്ടാവുക? ബാല്യം വിട്ടിട്ടില്ല, കൗമാരത്തിലേക്ക് പോലും എത്തിയിട്ടില്ല. ഇനി അങ്ങനെ ആഭാസനായിരുന്നു കൃഷ്ണനെങ്കിൽ കൗരവ രാജസദസ്സില് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ കൃഷ്ണൻ കയ്യും കെട്ടി നോക്കി നിന്നാ മതിയായിരുന്നല്ലോ. അവിടെ പാഞ്ചാലിയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് കൃഷ്ണനല്ലേ? സ്ത്രീയുടെ മാനം കാക്കാൻ വേണ്ടി വന്നവനാണ് കൃഷ്ണൻ, സ്ത്രീയുടെ മാനം കെടുത്താൻ വന്നവനല്ല. ഇപ്പൊ രാസലീല എന്ന് പറയുന്നത് സത്യത്തില് ജീവിതത്തെ ആനന്ദകരമായി നമ്മൾ നയിക്കണം എന്ന കൃഷ്ണന്റെ സന്ദേശമാണ്. കുബ്ജ എന്ന വിരൂപയായ സ്ത്രീ മധുരയിലേക്ക് കൃഷ്ണൻ വരുന്നു എന്ന് പറയുമ്പോൾ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കൃഷ്ണൻ സുന്ദരിമാരെ അല്ല തെരഞ്ഞത്. കുബ്ജ എന്ന് പറയുന്ന വളഞ്ഞൊടിഞ്ഞ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യാംഗയാണ് അവൾ. ഇത്രയും കാലം നമ്മൾ വികലാംഗ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ അത് ദിവ്യാംഗ എന്നാ പറയുന്നത്. ആ കുബ്ജയാണ് കൃഷ്ണൻ സ്പർശ ചികിത്സയിലൂടെ സുന്ദരിയാക്കി മാറ്റി. ഒന്ന് തൊട്ടു കൃഷ്ണൻ, അപ്പോഴത്തേക്കും കുബ്ജ സുന്ദരിയായി. അപ്പം പരമകാരുണികനായിരുന്നില്ലേ കൃഷ്ണൻ? 17 തവണ ജരാസന്ധൻ ദ്വാരകയെ ആക്രമിച്ചിട്ടും കൃഷ്ണൻ കൊന്നില്ല. പിന്നെ കൊന്നത് ഭീമനാണ്, കൊന്നില്ല. വേണമെങ്കിൽ കൊല്ലാമായിരുന്നു, കൊന്നില്ല. അഹിംസ പരമോധർമ്മ എന്നാ കൃഷ്ണൻ പറഞ്ഞത്. കഴിയുമെങ്കിൽ നമ്മൾ അഹിംസ പാലിക്കണം. കൊല്ലരുത്, മാഹിംസ, കൊല്ലരുത്. അതുകൊണ്ടാണ് കാളിയനെ രമണകദ്വീപിലേക്ക് വിട്ടത്. കുരുക്ഷേത്ര യുദ്ധത്തിന് സാരഥ്യം വഹിച്ചത് മറ്റ് മാർഗമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ കൂട്ടക്കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നവനല്ല കൃഷ്ണൻ. മദ്യം കഴിച്ച് തമ്മിലടിച്ച് നശിക്കുന്ന യാദവരുടെ മുന്നിൽ കൃഷ്ണൻ നിർവികാരനായി നിന്നു. എന്തൊരു സന്ദേശവാദം! മദ്യം നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും. ഭാഗവതവും മഹാഭാരതവും എല്ലാം ഈ കഥ പറയുന്നുണ്ട്. യാദവ വംശം നശിച്ചത് എങ്ങനെയാ? മദ്യം കഴിച്ചിട്ടാ. ഇത് നമ്മളോട് ഈ വർത്തമാനകാലത്ത് പറയുകയാണ്. മതമുണ്ടാക്കുന്ന മദ്യവും മയക്കുമരുന്നും കഴിക്കാൻ പാടില്ല എന്ന കൃഷ്ണന്റെ ജീവിതകഥ പറയുകയല്ലേ. യാദവ കുലം കൃഷ്ണന്റെ വംശമാണ്, പക്ഷെ മദ്യം കഴിച്ചാൽ ആ കുടുംബം നശിക്കും. ആ കൃഷ്ണനെ ജീവിത യുദ്ധത്തിൽ സാരഥിയാക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. സമയമായില്ലേ? ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണ്ട് മാത്രം പറഞ്ഞാണ്. നമ്മൾ ജീവിതത്തിന്റെ സാരഥിയാക്കാൻ തയ്യാറുണ്ടോ കൃഷ്ണനെ? അർജുനൻ കൃഷ്ണനെ തേർത്തടത്തിൽ ഇരുത്തി. രഥം സ്ഥാപയമേച്ചുതാ, എടോ വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു കുരുക്ഷേത്രത്തില്. എന്തിനാണ്? ഞാൻ അടുത്ത നിമിഷം കൊല്ലാൻ പോകുന്ന ബന്ധുക്കളെ എനിക്കൊന്ന് കാണാം. അഹങ്കാരത്തിന്റെ കൈലാസത്തിൽ കയറിയിരിക്കുകയാണ് കൃഷ്ണൻ. ഇതറിയാം, ഇവൻ അഹങ്കാരം കയറിയിരിക്കുകയാണ്. ഇവനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. നിമിത്ത മാത്രം ഭവ സവ്യസാചി, നീ ഒരു ഉപകരണം മാത്രമാണ്. നീ കൊല്ലുന്നതിന് മുന്നേ ഞാൻ ഇവരെല്ലാം കൊന്നു കഴിഞ്ഞിരിക്കുന്നു. നീ ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ അർജുനന് മനസ്സിലായില്ല. തന്റെ കയ്യകലത്തിൽ തേർത്തട്ടിലിരിക്കുന്നത് ഘനീഭൂത ബ്രഹ്മമാണ് എന്ന് അർജുനന് മനസ്സിലായില്ല. അവസാനം അവിടെയാണ് എനിക്ക് വിശ്വരൂപം കാണണം, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. എവിടുന്നാണ് തുടക്കം? നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിജ കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ. ഞാനിപ്പോ എല്ലാരും തട്ടിക്കളയും എന്ന് പറഞ്ഞ് വന്നവൻ നകാംക്ഷേ വിജയം കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട കൃഷ്ണ, എനിക്ക് രാജ്യസുഖം വേണ്ട കൃഷ്ണ, എനിക്കൊന്നും വേണ്ട കൃഷ്ണ എന്ന് പറഞ്ഞ് ഗാണ്ഡീവം വലിച്ചെറിഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞത്. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ. എടാ കൂവേ, ആണും പെണ്ണും കെട്ട അവസ്ഥ പാടില്ല. ഇതാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ. ക്ലൈബ്യം എന്നത്
അസഭ്യമാണ്. സംസ്കൃതത്തിലെ മുഴുത്ത തെറിയാണ് കൃഷ്ണൻ ആദ്യം പറഞ്ഞത് അർജുനനോട്. കാരണം എന്താണ്? കാപട്യമാണ്, ഹിപ്പോക്രസിയാണ് അർജുനൻ എടുത്തത്. കാരണം ജീവിതത്തിൽ ഇത്രയും കാലം അർജുനൻ ദിവ്യായുധങ്ങൾ സമ്പാദിക്കുകയായിരുന്നു ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് കൃഷ്ണനോട് പറയാ, ഈ യുദ്ധം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഹിപ്പോക്രസിയാണ്. ശരാശരി മലയാളിയുടെ മനോഘടനയാണ് അർജുനനുള്ളത്. അതുകൊണ്ടാണ് ക്ലീബ എന്ന് വിളിച്ചത്. ആ വാക്കിന് വലിയൊരു അർത്ഥമുണ്ട്. അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ട് അർജുനനെ ക്ലീബ എന്ന് വിളിച്ചു? ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ, അത് വലിച്ചെറിയുക, പൗരുഷം വീണ്ടെടുക്കുക. ഒരു യുഗത്തിന്റെ ധർമ്മബോധത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നീ പടപൊരുതാൻ പറയുകയാണ്. ഇലയെടുക്കാനും തേരാളിയാകാനും മടിയില്ല. മഹായാഗം നടക്കുമ്പോ ഈ ധർമ്മപുത്രരെയൊക്കെ വെച്ച് വലിയ യാഗം നടത്തി. യാഗം നടത്തിയപ്പോ ഓരോരുത്തർക്കും ഡ്യൂട്ടിയൊക്കെ വിവരിച്ചു കൊടുത്തു. എന്നിട്ട് കൃഷ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ വരുന്ന അതിഥികളുടെ ഇലയെടുക്കുക. ഭാഗവത സപ്താഹം 7 ദിവസം നടക്കും. ഇലയെടുക്കാൻ ആളുണ്ടാവില്ല, പ്രസംഗിക്കാൻ ആളുണ്ടാവും, അതിഥിയെ സ്വീകരിക്കാൻ ആളുണ്ടാവും, മുത്തുക്കുട പിടിക്കാൻ ആളുണ്ടാവും. ഇത് ഭഗവത് സേവയാണ് എന്ന ചിന്തയോടുകൂടി ഇലയെടുക്കാൻ ആളുണ്ടാവില്ല. കൃഷ്ണൻ ഇവിടെ കാണിച്ചു തരികയാണ്. മഹായാഗത്തിൽ കൃഷ്ണന്റെ ഡ്യൂട്ടി എന്താ? വന്ന അതിഥികളുടെ ഇലയെടുക്കലായിരുന്നു അയാളുടെ ഡ്യൂട്ടി. ഒരു തൊഴിലും നീചമല്ല, മോശമല്ല എന്ന് കൃഷ്ണൻ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഗീതാകാരനെ പോലെ ഒരു പ്രതിഭ മനുഷ്യരാശി ഇനി കാണുകയില്ല. ഗീതാകാരനെ പോലെയുള്ള ഒരു പ്രതിഭയെ മനുഷ്യരാശി ഇനി കാണാൻ പോകുന്നില്ല. ആ കൃഷ്ണൻ എന്നത് തത്വവും വ്യക്തിയുമാണ്. വ്യക്തി എന്നുള്ള നിലയിലും നമുക്ക് കൃഷ്ണനെ കാണാം, തത്വം എന്ന നിലയിലും കൃഷ്ണനെ കാണാം. കൃഷ്ണനെ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സാരഥിയാക്കാൻ കഴിയട്ടെ. അങ്ങനെ വരുമ്പോ നത്വം ശോചിതുമർഹസി, ഗീതയിൽ പറയുന്നു, ദുഃഖത്തിന് അവകാശമില്ല, ജീവിതം ആനന്ദ കമ്പോളമായി മാറും. സനാതന ധർമ്മ വിശ്വാസികൾക്ക് ജീവിതത്തെ ആനന്ദ കമ്പോളമാക്കി മാറ്റാൻ കൃഷ്ണനെ ഉപാശ്രയിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.